എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഈ ഗവൺമെൻറ് ആർട്സ് കോളേജിൻ്റെ ഈ ആർട്സ് ഫെസ്റ്റിവലിൽ ഞങ്ങളെ ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കട്ടെ. ഞങ്ങളെ ഈ പാനലിന് നേതൃത്വം കൊടുക്കേണ്ട പ്രൊഫസർ വിൻസെൻ്റ് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളോടൊപ്പം ഉള്ളത് ഡോക്ടർ ഇലിയാസ്, ശ്രീ റെജീന മാധ്യമം ആഴ്ചപ്പതിപ്പിലാണ് അല്ലേ, പത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇലിയാസ് എൻ്റെ സഹപ്രവർത്തകനാണ് MG യൂണിവേഴ്സിറ്റിയിൽ. എൻ്റെ പേര് സ്ഥിതി. അപ്പോൾ മോഡറേറ്റർ റോളിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. സാധാരണ മോഡറേറ്റർമാർ എക്സ്ട്രീമിസ്റ്റുകളാവാൻ പാടില്ല എന്നുള്ളൊരു മുൻധാരണയുണ്ട്. അതുകൊണ്ട് കടന്ന് സംസാരിക്കാൻ പാടില്ലാത്തതുകൊണ്ട് വളരെ പരിമിതമായ ഭാഷയിൽ ആദ്യം തുടങ്ങാം. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഗാസയെക്കുറിച്ചാണ്, വെട്ടിമുറിക്കപ്പെട്ട ഒരു പ്രദേശത്തെക്കുറിച്ചാണ്. അത് വെട്ടിമുറിക്കപ്പെട്ടത് ഇന്നും ഇന്നലെയൊന്നുമല്ല, 1948 പക്ഷേ ആ മുറിപ്പാടുകൾ ഇങ്ങനെ നമ്മളെല്ലാം നിത്യവും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ മോഡറേറ്ററുടെ കയ്യിൽ തന്നെ നമുക്ക് കൊടുക്കാം, അദ്ദേഹം തന്നെ ഇത് തുടങ്ങട്ടെ. നമ്മൾ യുദ്ധവും സമാധാനവും സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ്. നമ്മുടെ കൂടെ സീതി മാഷുണ്ട്, ഇലിയാസ് സാറുണ്ട്. സീതി മാഷ് നമുക്ക് ഗുരുതുല്യനാണ്. ഇലിയാസ് മാഷ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്, അങ്ങനെ ഒരു പരിചയമുണ്ട്. ഇന്ന് ലോകത്തിലെ ഗ്ലോബൽ പൊളിറ്റിക്സിലൊരു ഡിസ്റപ്ഷൻ ഉണ്ടാക്കിയ അതിപ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഗസ വാർ അഥവാ എത്നിക് ക്ലീൻസിങ് നടന്ന സംഭവം. അത് ചെറിയൊരു മാനമല്ല അതിനുള്ളത്. ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇൻ്റർനാഷണൽ സിസ്റ്റത്തിനകത്ത് ആഴത്തിലുള്ള ഡിസ്റപ്ഷൻ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളുടെ ഒരു തുടർച്ച ഗസ യുദ്ധം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഫലസ്തീൻ വിഷയം വളരെ വൈകാരികമായി ലോകത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഏകദേശം 190 കോടി മുസ്ലിമുകൾ ലോകത്തിലുണ്ട്. അവരുടെ എല്ലാം മതജീവിതത്തിൻ്റെയും പലപ്പോഴും വൈകാരികമായ സ്വത്വത്തെയും ഒക്കെ നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഫലസ്തീൻ വിഷയവും ആ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചരിത്രപരമായ സയനിസത്തിന് ദർ ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് സയൻ, അതുപോലെ ക്വസ്റ്റ്യൻ ഓഫ് ഫലസ്തീൻ ഉണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യനും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഈ സയനിസത്തിൻ്റെ വികാസ പരിണാമങ്ങളെക്കുറിച്ചും അതിൻ്റെ ചരിത്രപരമായ സംഭവങ്ങളെക്കുറിച്ചും ഇലിയാസ് മാഷ് നമ്മളോട് ഇന്ന് സംവദിക്കും. അതോടൊപ്പം ഇന്നിപ്പോൾ ഗസ യുദ്ധത്തിൽ എത്തി നിൽക്കുന്ന, അതൊരു അവസാനത്തെ എപ്പിസോഡെന്ന് പറയാൻ പറ്റില്ല, ഒരുപക്ഷെ ഒരു നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന നിരന്തരമായ സംഘർഷത്തിൻ്റെ ഒരു ഘട്ടമാണ് ഇപ്പോൾ താൽക്കാലിക വിരാമമായിട്ടുള്ളത്. എങ്കിലും വെടിനിർത്തൽ ഇപ്പോഴും പ്രാബല്യത്തിൽ വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ സമീപകാല സംഭവവികാസങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ഒരു വിശകലനവും ബഹുമാന്യനായ സീതി സാറ് നിർവഹിക്കും. അപ്പോൾ ഈ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സീതി മാഷോട് അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങളും അഭിപ്രായങ്ങളും അവതരിപ്പിക്കാൻ സ്നേഹാദരപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ പറഞ്ഞു തുടങ്ങിയ ഒരു വിഷയത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഈ വെട്ടിമുറിക്കപ്പെട്ട ഒരു പ്രദേശം, ഒരു ജനതയുടെ ഭാവി, അവരുടെ വർത്തമാനം. നമുക്കറിയാം, ഗാസ യുദ്ധം തുടങ്ങിയതിന് ശേഷം നമുക്ക് മരിച്ചവരുടെ എണ്ണത്തെക്കുറിച്ച് ഉള്ള എല്ലാ നമ്മുടെ ധാരണകളും ഒക്കെ ഇല്ലാതാകുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. അത് ദിവസവും ഇങ്ങനെ മരണസംഖ്യ ഉയർന്ന് വന്നതോടുകൂടി നമുക്ക് ഏതോ ഒരു ഘട്ടം എത്തിയപ്പോൾ പിന്നെ അത് മരിച്ചവരുടെ എണ്ണത്തെക്കുറിച്ച് നമുക്ക് വലിയ വേവലാതിയൊന്നും ഇല്ലാതായി. ഗാസയിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു അസാധാരണ ഒരു വ്യക്തിത്വം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുൻകൈയെടുത്ത് ഒരു സമാധാന പദ്ധതി എന്ന പേരിൽ കൊണ്ടുവന്ന ഒക്ടോബർ
2025 കൊണ്ടുവന്ന ഒരു വെടിനിർത്തൽ കരാർ എന്ന പേരിൽ കൊണ്ടുവന്ന ഒരു സമാധാന പദ്ധതി, അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. കാരണം ഇത് ഈ ഏതാണ്ട് 2 വർഷത്തോളം നീണ്ടു നിന്ന ഈ ഗാസ യുദ്ധം അവസാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ വെടിനിർത്തൽ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ വെടിനിർത്തൽ ആരും നിർത്തിയതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഈ 2025 ഒക്ടോബറിന് ശേഷം ഇന്ന് വരെയുള്ള കണക്കുകൾ പറയുന്നത് ഏതാണ്ട്, ഈ കണക്കുകൾ പറയുമ്പോൾ വീണ്ടും നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകേണ്ട കാര്യമില്ല. അൽ ജസീറയുടെ ഒരു കണക്ക് പറയുന്നത് 1567 വെടിനിർത്തൽ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ടെന്നാണ്. 1-2 ലംഘനങ്ങളല്ല. ഈ കഴിഞ്ഞ ഒരു 4-5 മാസം കൊണ്ട് 1567 വെടിനിർത്തൽ ലംഘനങ്ങൾ നടത്തിയ ഒരു രാജ്യം ഇന്ന് സമാധാന പദ്ധതിയുടെ മുൻനിരയിൽ നിൽക്കുകയാണ്. ഇന്നലെ നമ്മൾ കേട്ടൊരു വാർത്ത, ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയുടെ ഭാഗമെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ബോർഡ് ഓഫ് പീസ്, ആ ബോർഡ് ഓഫ് പീസിൽ ഏറ്റവും അവസാനം അരങ്ങത്തെത്തിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവാണ്. അപ്പോൾ നമുക്ക് ഏതൊരു സമാധാന പദ്ധതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിൽ വരുന്നത് യുദ്ധമാണെങ്കിൽ യുദ്ധം, ഏതെങ്കിലും സംഘർഷമാണെങ്കിൽ സംഘർഷം, ആ സംഘർഷത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാക്കുന്ന ആൾക്കാർ, പൊതുവെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഉടമ്പടിയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള സംവിധാനങ്ങളോ ആയിരിക്കും. ഇന്ന് പാലസ്തീൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഗാസയുടെ കാര്യത്തിൽ സംഭവിച്ചത്, ആരാണോ അതിൽ വിക്റ്റിമായത്, അതിൻ്റെ ഇരകളായി കൊണ്ടിരിക്കുന്നത്, അവർ ഒരിക്കലും ഇതിൻ്റെ ഭാഗമാകുന്നില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, 1978-79 കാലഘട്ടങ്ങളിൽ അമേരിക്ക നേതൃത്വം കൊടുത്ത് കൊണ്ടുവന്ന ഇതേമാതിരിയുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ക്യാമ്പ് ഡേവിഡ് കരാർ എന്നായിരുന്നു. ആ കരാർ ഒപ്പിട്ടത് ഈജിപ്തും ഇസ്രയേലും അമേരിക്കയും കൂടെ നേതൃത്വം കൊടുത്ത ഒരു സംഘമായിരുന്നു. ആർക്ക് വേണ്ടിയാണോ ആ കരാർ കൊണ്ടുവന്നത് ആർക്ക് വേണ്ടിയാണോ അവർ ആ കരാറിൻ്റെ ഭാഗമായിട്ടില്ല. ഏതാണ്ട് അതുമാതിരിയുള്ള ഒരു സമാധാന കരാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കരാറിൽ ഗാസയുടെയോ പാലസ്തീൻ്റെയോ ഒരു പ്രതിനിധികളുമില്ല. ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്ന ഈ സംവിധാനം വാസ്തവത്തിൽ നിലനിൽക്കുന്ന അന്താരാഷ്ട്ര സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളതാണെന്നുള്ളത് നല്ല ബോധ്യമുള്ളത്, നമ്മളെക്കാൾ ഏറെ ബോധ്യമുള്ളത് യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ഒരു യൂറോപ്യൻ രാജ്യങ്ങളും ഇതിൽ ബോർഡ് ഓഫ് പീസിൽ ജോയിൻ ചെയ്യാൻ പോയിട്ടില്ല. അത് സ്വയം അവരോധിത, ഏതാണ്ട് നമുക്ക് ഒരു സെൽഫ് സ്റ്റൈൽഡ് പ്രസിഡന്റ് അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരാളാണ് ട്രംപ്. സ്വയം ഒരു ബോർഡ് ഉണ്ടാക്കുക, അതിൻ്റെ പ്രസിഡൻ്റായി സ്വയം അവതരിപ്പിക്കുക, മറ്റുള്ളവരെ കൊണ്ട് അത് അംഗീകരിപ്പിക്കുക. അങ്ങനെ ഗാസയുടെ ഭാവി എൻ്റെ കയ്യിലാണ് എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുക. നമുക്കറിയാം, ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവനകളിൽ ഒന്ന്, അത് പലരും മറന്നിട്ടുണ്ടാവും, ഈ ഗാസ എന്ന് പറയുന്ന പ്രദേശം എൻ്റെ സാമ്രാജ്യം ഉദ്ദേശിക്കുന്ന ട്രംപ് എംപയർ എന്ന് പറയുന്ന എൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഒരു റിയൽ എസ്റ്റേറ്റായി മാറുന്ന കാലം വിദൂരമല്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അതിൻ്റെ അർത്ഥം ഈ പ്രദേശത്തെ ഞാനൊരു വലിയ പർദീസയാക്കും, വലിയ വലിയ കൊട്ടാരങ്ങളും വലിയ വലിയ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് മാറ്റി, ഇതിന് സുന്ദര ഒരു ലോകമാറ്റി ഞാൻ മാറ്റും അദ്ദേഹം പറഞ്ഞു. വാസ്തവത്തിൽ ഈ യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ ബോർഡ് ഓഫ് പീസിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. കാരണം ഈ ബോർഡ് ഓഫ് പീസിൽ ആര് വരാൻ പാടില്ല എന്ന് അദ്ദേഹം ആദ്യമേ തീരുമാനിച്ചുറച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹമാസിൻ്റെയോ പാലസ്തീൻ അതോറിറ്റിയുടെയോ ഒരു അംഗങ്ങളും ഇതിൽ ഭാഗമല്ല. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, സമാധാന പദ്ധതി എന്ന പേരിൽ അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിന് ശേഷമുള്ള ഒരു ഗാസയുടെ വികസനം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ പദ്ധതി ആത്യന്തികമായി ഗാസയെ ഇല്ലാതാക്കുക,
പാലസ്തീനിയൻ ഇഷ്യൂ. നമുക്കറിയാം ഈ ഉടമ്പടി 20 പരിപാടി ഒപ്പിടുമ്പോൾ നമ്മളെല്ലാം ആദ്യം നോക്കുന്നത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് എന്തെങ്കിലും ആ ഉടമ്പടിയിൽ പറയുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു വാക്ക് ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്കോ ഒരു സ്വയം നിലനിൽക്കാനുള്ള അവകാശമുള്ള ഒരു ജനതയുടെ അവകാശത്തെക്കുറിച്ചോ ഒരു രാഷ്ട്രത്തെക്കുറിച്ചോ ഒന്നും സ്പർശിക്കാത്ത ഒരു ഉടമ്പടിയാണ്. അത് ഉടമ്പടി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഒരു പദ്ധതി അദ്ദേഹം ഉണ്ടാക്കുന്നു, അത് പലരെയും കൊണ്ട് അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് ഇസ്രായേലും യഥാർത്ഥത്തിൽ അംഗീകരിച്ചിട്ടില്ല, ഹമാസ് ഒട്ടും അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഇസ്രായേൽ അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. ഹമാസിൻ്റെ കൈകളിലിരിക്കുന്ന അല്ലെങ്കിൽ അവർ തടഞ്ഞു വച്ചിരിക്കുന്ന ഇസ്രായേലി പൗരന്മാരെ മോചിപ്പിച്ച് കിട്ടാനുള്ള ഒരു അടവ് നയം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് അവരതിനെ അംഗീകരിച്ചത്. പക്ഷേ ഇനിയുള്ള കാലം ഇതൊരു റിയൽ എസ്റ്റേറ്റായി മാറുകയാണെങ്കിൽ അത് ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റായി മാറണം എന്നുള്ള നിബന്ധനയോടുകൂടിയാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കുന്നത്. അപ്പം ഇതിന് സമാന്തരമായി കഴിഞ്ഞ 4-5 മാസമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം, നമ്മളാരും ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, ഈ പാലസ്തീൻ എന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ ഒരു ഭാഗമായിരിക്കുന്ന വെസ്റ്റ് ബാങ്ക് അത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സമാനമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ്. അത് പലരും ശ്രദ്ധിക്കുന്നത് പോലുമില്ല. വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിൻ്റെ ഭാഗമാക്കാനുള്ള തരത്തിലുള്ള നിയമങ്ങൾ ഇതിനിടയ്ക്ക് ഈ ഒക്ടോബർ 25 ശേഷമുള്ള ഈ കാലയളവിൽ നിയമങ്ങൾ മാറ്റുന്നു. ആ ഭൂമി, വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഭൂമി ഇസ്രായേലി പൗരന്മാർക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മുനിസിപ്പൽ നിയമങ്ങൾ മാറ്റുന്നു. അവിടുത്തെ പുരാവസ്തു പ്രദേശങ്ങളെല്ലാം കൈയടക്കുന്നു. വെസ്റ്റ് ബാങ്കിനെ എത്രയും പെട്ടെന്ന് ഗാസയ്ക്ക് ശേഷം ഇസ്രായേലിൻ്റെ ഭാഗമാക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം ഇതിന് സമാന്തരമായി ഉണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഗാസ പീസ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു മിസ്നോമന, ഒരിക്കലും അതൊരു പീസ് പ്ലാനുമല്ല, അതൊരു പാലസ്തീനിയൻ ജനതയുടെ അഭിലാഷങ്ങളെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതിനോട് നീതി പുലർത്തുന്ന ഒരു പദ്ധതിയുമല്ല. അത് ട്രംപിൻ്റെയും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവൃത്തിയായി നിൽക്കുന്ന നെതന്യാഹുവിൻ്റെയും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ വിശേഷിപ്പിക്കാവുന്നത് ഒരു ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ ഒരു ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള ഒരു സംവിധാനത്തിൻ്റെ ചട്ടക്കൂടിനെ പൂർണ്ണമായും ബലി കഴിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഇനി അങ്ങനെയുള്ള ഒരു ചട്ടക്കൂടുകൾ ലോകത്തിന് ഇനി ആവശ്യമില്ല എന്നും ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ലോക സംവിധാനമായി മാറ്റാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൊരു ആശങ്ക കൂടെ എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാഷ് സൂചിപ്പിച്ചത്. ഈ ബോർഡ് ഓഫ് പീസ് വരുന്നതോടുകൂടി യുണൈറ്റഡ് നേഷൻസ് UNO അപ്രസക്തമായി എന്ന് പറയാമല്ലേ. ഒരർത്ഥത്തിൽ അത് ആ ഒരു ദിശയിലേക്കാണ് അതിൻ്റെ കാര്യങ്ങൾ നീളുന്നത്. അടുത്തതായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്തെ വിട്ടുപോയതാണ് VP റെജീന. വളരെ പ്രഗത്ഭയായിട്ടുള്ള പത്രപ്രവർത്തകയാണ്, നമ്മുടെ കൂടെയുണ്ട്, ഞാനത് വിട്ടുപോയതാണ്. അപ്പം നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരുന്നല്ലോ. ഇനി ഇലിയാസ് മാഷിനെ അദ്ദേഹത്തിൻ്റെ ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ഇതിൻ്റെ ഒരു പേരിൻ്റെ പ്രശ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിന് യുദ്ധമെന്ന് വിളിക്കണോ, അതല്ലെങ്കിൽ ഏകപക്ഷീയമായൊരു വംശഹത്യ എന്ന് വിളിക്കണോ, അങ്ങനെ പലതരത്തിലുള്ള, ഇപ്പോൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പല പേരുകളുണ്ട്. ഇപ്പോൾ ഇതിനെ വിളിക്കുന്ന നോമൻക്ലേച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം എന്ന് പലരും പറയാറുണ്ട്, അല്ലെങ്കിൽ അറബ് ഇസ്രായേൽ പ്രശ്നം എന്ന് പലരും പറയാറുണ്ട്. ഞാൻ പക്ഷേ അതിന് പലസ്തീൻ പ്രശ്നം എന്നുള്ളതിലേക്ക് മാത്രമാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതിൽ ഇസ്രായേൽ പലസ്തീൻ്റെ ഭാഗം ചർച്ച ചെയ്യാതെ ഇസ്രായേൽ സ്റ്റേറ്റ് രൂപീകൃതമായത് അന്ന് മുതലുള്ളൂ. അതിൽ കുറച്ചു കാലം മുമ്പ് തുടങ്ങിയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ പൊതുവേ കാണുന്നൊരു പ്രവണത എന്ന് പറയുന്നത് 2023 ഒക്ടോബർ തുടങ്ങി മാത്രം ചരിത്രം സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ചില ചരിത്രത്തിലെ ചില നാൾ വഴികളും
ചില പ്രശ്നങ്ങളും സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഇനി ഒരിക്കലും മറികടക്കാൻ പറ്റാത്ത തരത്തിലുള്ള, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ പീസ് ഇനീഷ്യേറ്റീവ്സ് എവിടെയാണ് തട്ടി നിൽക്കുന്നത്, അതല്ലെങ്കിൽ പലസ്തീൻ എന്ന രാഷ്ട്രം രൂപീകൃതമാകാനുള്ള തടസ്സങ്ങൾ എന്താണ്, കാലങ്ങളായിട്ട് ഉള്ള പ്രശ്നങ്ങളാണ്. അത് മറികടക്കാൻ ഒരിക്കലും പറ്റാത്തതിന് കാരണം കൊണ്ടാണ്, ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇന്നും ഈ പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ പലസ്തീനികളുടെ സാറ് പറഞ്ഞ പോലെ റെപ്രസെൻറ്റേഷൻ ഇല്ലാത്ത അവസ്ഥ, ഒരു പീസ് അക്കോർഡിലും എക്സെപ്റ്റ് 90കളിൽ ആദ്യത്തിലുണ്ടായിരുന്ന ഓസ്ലോ അക്കോർഡ് മാത്രമാണ് അങ്ങനെ ഒരു പ്രാതിനിധ്യമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ക്യാമ്പ് ഡേവിഡ് 2 വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് വളരെ വിരലിലെണ്ണാവുന്ന സമാധാന കരാറിലും മാത്രമേ അവർ പ്രസൻസ് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം കംപ്ലീറ്റ്ലി അവർ അപ്രസക്തമായി കാണാനേ ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം ഇതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചില നമ്മൾ ചർച്ച ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്, ചരിത്രപരമായ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന്, ഇസ്രായേലി സ്റ്റേറ്റിൻ്റെ ഒരു രൂപീകരണമാണ്. ആ രൂപീകരണത്തിൻ്റെ ചരിത്രം ഞാൻ പറയുന്നില്ല, പക്ഷേ അത് രണ്ടാമതായിട്ട് പറയുന്നത്. അതിന് മുമ്പുള്ളൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ കൊളോണിയലിസത്തിൻ്റെ ഒരു വലിയൊരു സംഗതിയാണത്. ഇവിടെ നമ്മൾ കൊളോണിയലിസം ഇപ്പോൾ ഇന്ത്യയിലും അല്ലെങ്കിൽ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ നടന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ട് കാലങ്ങളായിട്ടൊരു ഒരു ബ്രേക്കില്ലാതെ ഇങ്ങനെ തുടർന്നു പോകുന്നൊരു കൊളോണിയലിസമാണ്. ആദ്യം ഇപ്പോൾ ഈ പലസ്തീൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഈജിപ്ഷ്യൻ കൊളോണിയലിസത്തിൻ്റെ റോമൻസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ബൈസാൻഡിയൻസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഗ്രീക്കുകാർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പേർഷ്യൻസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അറബ്സും അവിടുത്തുകാരല്ല, അറബ്സും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒട്ടോമൻസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഇങ്ങനെ ഒരുപാട് കൊളോണിയലിസത്തിൻ്റെ ചരിത്രം. അവസാനം പേർത്ത് നിൽക്കുന്നത് സെറ്റിലർ കൊളോണിയലിസം എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകതരം, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാം, ഈ കൊളോണിയലിസത്തിൽ നിർത്തിയിരിക്കുന്നത്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു അടിസ്ഥാനപരമായൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം യൂറോപ്പിൻ്റെ തലവേദനയാണ്. പലസ്തീൻ എന്ന് പറയുന്നത് പലസ്തീനികളുടെയോ ഒരു പരിധി വരെ ഇസ്രായേലിൽ ഇപ്പോഴത്തെ രാഷ്ട്രത്തിൻ്റെയോ തലവേദനയേക്കാൾ യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും തലവേദനയാണ്. ആ തലവേദന, എൻ്റെ തലവേദന ഞാൻ നിങ്ങളിലേക്ക് മാറ്റുന്നു. ആ തലവേദനയാണ് ശരിക്കും. കാരണം ഈ തലവേദന എന്ന് പറയുന്നത് ഇന്ന് അതിൻ്റെ പലതരത്തിലുള്ള റിഫ്ലക്ഷൻസ് നമുക്ക് കാണാം. കുറേ കാലങ്ങളായിട്ട് ഒരു ജനതയെ, ഇത് തുടങ്ങുന്നത് തീർച്ചയായിട്ടും കുറച്ചുകൂടെ ചരിത്രപരമായി പിന്നോട്ട് പോയാൽ തുടങ്ങുന്നത് ജൂതന്മാരിലാണ്. യഹൂദരുടെ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ കൊളോണിയൽ കൺട്രീസ് നടത്തിയിട്ടുണ്ടോ, അത് അതിനൊരു പരിഹാരം എന്നാണ് പുതിയൊരു ജനതയെ അട്ടിയോടിക്കലും പലായനം ചെയ്യിപ്പിക്കലും അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കി ഒരു കുടിയൊഴിപ്പിക്കപ്പെടലൊക്കെ ഉണ്ടാകുന്ന വലിയൊരു ചരിത്രം. ഇതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ആദ്യം നിങ്ങൾക്കറിയാം, സയനിസം വരുന്നതിന് മുമ്പുള്ള ഒരു യഹൂദ ജനതയുടെ ചരിത്രം നമുക്കറിയാം. അതായത് യൂറോപ്പിലെ മറ്റേ ഹോളോകോസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടായിരുന്നു ചരിത്രം. പിന്നെ മാത്രമല്ല അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ലിറ്ററേച്ചർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാം അന്ന് എങ്ങനെയാണ്. ഇപ്പോൾ ഷേക്സ്പിയറുടെ ഷൈലോക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ എടുത്തു നോക്കാം. ഒരു ജൂതനെ എങ്ങനെയാണ് ഒരു മോഡേൺ ആയിട്ടുള്ള യൂറോപ്പിൽ എങ്ങനെയാണ് ഈ ഷേക്സ്പിയർ അടക്കമുള്ള ആളുകൾ പ്രതിദാനം ചെയ്തിരുന്നത്, അവരെ ഒരു ചിത്രീകരിച്ചിരുന്നത്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? ആ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ ഒരു അതറിങ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. കുറേ കാലം ജൂതന്മാരായിരുന്നു, അതിനുശേഷം അത് അറബികളായി, പലസ്തീനികളായി, മുസ്ലിങ്ങളായി, ഇങ്ങനെ പലരും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും കൊളോണിയലിസ്റ്റ് അതർ വേണം. ആ അതർ എന്ന് പറയുന്ന സംഗതിയാണ് എപ്പോഴും ഇതിലൂടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ചിത്രീകരണത്തിൻ്റെ അവസാനത്തെ അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തെ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഭാഗമാണ് പലസ്തീനികൾ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ സ്റ്റേറ്റ് സ്ഥാപിക്കപ്പെടുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന യഹൂദരുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടല്ല ശരിക്കും നടക്കുന്നത്. ഒന്ന്, അമേരിക്കയിലും UK പകരം എത്ര സമയമുണ്ട് എനിക്ക്, പകരം ഈ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ UK ഏറ്റവും വലിയ കുറേ കാലം ഇത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരു കൊളോണിയൽ ഫോഴ്സ് UK ആയിരുന്നു, ബ്രിട്ടനാണ്. ബ്രിട്ടനിൽ ഇവരെ കുടിയിരുത്തേണ്ടി വരുമെന്നുള്ളൊരു പ്രശ്നം വന്നപ്പോഴാണ് ഇവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ജൂതന്മാർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുന്നത്. അതുവരെയും വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സാധനമായിരുന്നു. യഹൂദരെ എവിടെ കുടിയൊഴിപ്പിക്കുന്നുള്ളത് പല ചർച്ചകളുണ്ടായിരുന്നു. 905 ഉഗാണ്ട പ്ലാൻ എന്ന് പറയുന്ന അർജൻറ്റീനയിൽ ഒരു സമയത്ത് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്ത് പലതരത്തിൽ ആലോചിക്കുന്നുണ്ട്. ബ്രിട്ടനാണ് കൃത്യമായിട്ട്
ഇത് ഇന്ന സ്ഥലത്ത് വേണം, കാരണം അതല്ലെങ്കിൽ ബ്രിട്ടനിൽ കുടിയിരുത്തേണ്ടി വരുമായിരുന്നു, അമേരിക്കയിൽ കുടിയിരുത്തേണ്ടി വരുമായിരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ പ്രശ്നം മിഡിൽ ഈസ്റ്റിലേക്ക് തള്ളിയിട്ടിട്ട് അവരുടെ പ്രശ്നമാക്കി മാറ്റുന്നത് ബ്രിട്ടനാണ്. മാത്രമല്ല, ഇവിടെ കൊണ്ടുവന്ന ആൾക്കാരെ എടുത്ത് നോക്കാം. ഇവിടെ കൊണ്ടുവന്ന ആൾക്കാർ, ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഈ ആദ്യത്തെ ഒരു ജനത എന്ന് പറയുന്ന അലിയ എന്ന് പറയുന്ന പലായനങ്ങളുടെ ഒരു ചരിത്രം, യഹൂദ കുടിയേറ്റത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ പലരും ആദ്യം വരുന്നത് സോവിയറ്റ് ജ്യൂസാണ്. സോവിയറ്റ് യൂണിയനിൽ സാറിസ്റ്റ് റഷ്യയിൽ, സോവിയറ്റ് യൂണിയന് മുമ്പ് സാറിസ്റ്റ് റഷ്യയിൽ അവിടെ നിന്ന് പലായനം ചെയ്യുന്ന ജൂതന്മാരാണ് ആദ്യം വരുന്നത്. ഇവർ അങ്ങനെ രാഷ്ട്രീയമായി പ്രത്യേക രീതിയിലുള്ള ഓറിയൻറ്റേഷൻ ഒന്നും ഇല്ലാത്ത, അങ്ങനെ പ്രത്യേക രാഷ്ട്ര സ്ഥാപനം, ഒരു ഹോംലാൻഡ് സൃഷ്ടിക്കണമെന്നൊന്നും ആഗ്രഹമില്ലാത്ത ജൂതന്മാരായിരുന്നു. പതുക്കെ 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 ഇത് വേറെ തരത്തിലൊരു ഓറിയൻ്റൽ ആയിട്ടുള്ളൊരു ഫാൻറ്റസിയുടെ ഭാഗമായിട്ട്, കാരണം അവിടെ വരുന്ന ആദ്യത്തെ ജൂതന്മാർ കൃത്യമായിട്ട് ഉപയോഗിച്ചു. ഇപ്പോൾ പലരും, ഇപ്പോൾ നോമാൻ ഫിംഗിൾസ്റ്റീനൊക്കെ പറയുന്നത് ഒരു ഓറിയൻ്റൽ ഫാൻറ്റസിയാണ്. കാരണം അവിടെ വരുന്ന ആൾക്കാർ ഇത് ഒരു ചെറു യൂറോപ്പ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ 2 or 3 അലിയ കഴിഞ്ഞാൽ 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും തുടർന്നുള്ള കുറേ കാലത്തെ അലിയ മുഴുവൻ നടക്കുന്നത് ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ചെറിയ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് സ്ഥാപിക്കുക, ഒരു മിത്രരാജ്യം UK സ്ഥാപിക്കണം. പുതിയ കോളനികളൊക്കെ നഷ്ടപ്പെട്ടു, പുതിയ കോളനികളൊന്നുമില്ല. അപ്പോൾ ഒരു മിത്രരാജ്യം സൃഷ്ടിക്കപ്പെടണം, ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കൺട്രി വേണം. US-നും അങ്ങനത്തെ ഒരു സ്ഥലം വേണം. US-നും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്ഥലം വേണം, കാരണം അവരുടെ ഒരു പുതിയ മിത്രരാജ്യം വരണം. അങ്ങനെയുള്ള ഒരു ഓറിയൻ്റൽ ഫാൻറ്റസിയുടെ ഭാഗമായിട്ട് തമാശ എന്താ വെച്ചാൽ, ബെൻഗുരിയോൻ്റെ ഒരു ഇത് പറയാറുണ്ട്. ബെൻഗുരിയോൺ അദ്ദേഹം ഈ ആളുകളെ, അത് പ്ലാൻ ദലത്ത് എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനാണ് ഇപ്പോഴും ഈ സെറ്റിലേഴ്സ് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും അത് റീക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ പ്ലാൻ ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥലങ്ങളെ മുഴുവൻ അതിനെ വാഷ് ഔട്ട്, ആളുകളെ മുഴുവൻ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അത് തരിശാക്കുക. ഒരു ജനത ജീവിക്കുന്നത്, നിങ്ങൾക്കറിയാം അറബ് ലോകം എന്ന് പറയുന്നത് ഹൈലി അർബനൈസ്ഡ് ആണ്, വളരെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോകം. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇന്ന് കാണുന്ന ദൃശ്യങ്ങളല്ല ശരിക്കും. നിങ്ങളൊരു 100 വർഷത്തെ ഹൈഫയുടെ ചിത്രം എടുത്ത് നോക്കുക. പലപ്പോഴും ഗസയുടെയും ഹൈഫയുടെ ഒക്കെ ചിത്രം. ഗസ എന്നൊക്കെ പറയുന്നത് വലിയൊരു ട്രേഡ് എംപോറിയമായിരുന്നു. പല കാലത്തും ട്രേഡിൻ്റെ, ഈ ഓഷ്യാനിക് ട്രേഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമായിരുന്നു. അതൊക്കെ ആ ചിത്രങ്ങൾ സൂചിപ്പിച്ച അത്രയും പുരോഗമിച്ച സ്ഥലങ്ങളെ മുഴുവൻ കൃത്യമായിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് പുതിയ തരത്തിലുള്ളൊരു നിർമ്മിതി. അത് ചെയ്യുന്നത് വെച്ചാൽ പൈൻ മരങ്ങൾ നടുക എന്നുള്ളതായിരുന്നു. ഒരു തമാശ എന്ന് വെച്ചാൽ, യൂറോപ്പിൽ നിന്ന് പൈൻ മരങ്ങൾ കൊണ്ടുവന്നിട്ട് യൂറോപ്പിൻ്റെ പോലെ ഒരു ജിയോഗ്രഫിക്കലി അങ്ങനെ അതിനെ സൂചിപ്പിക്കുന്ന ചില വെജിറ്റേഷൻ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പൈൻ മരങ്ങൾ കൂട്ടമായിട്ട് ഷിപ്പ് ചെയ്തിട്ട് മുഴുവൻ തെലവീവിലും മറ്റു പ്രദേശങ്ങളും മുഴുവൻ വെച്ചുപിടിപ്പിച്ചിരുന്നവർ. ഇനി രണ്ടാമത്തെ ഒരു വലിയ തമാശ എന്ന് വെച്ചാൽ, ഈ വരുന്ന ആളുകളിൽ തന്നെ അതിൻ്റെ തമാശ വെച്ചാൽ, കേരളത്തിൽ നിന്ന് നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള പറവൂരെന്നും കൊച്ചിയിൽ നിന്നൊക്കെ ജൂതന്മാർ ഒരുപാട് പോയിട്ടുണ്ട്. ഈ ജൂതന്മാരൊന്നും ഇവരുടെ കാഴ്ചയിൽ ജൂതന്മാരല്ല. ഈ ജൂതന്മാർ മോഡേണൈസ്ഡ് അല്ലാത്ത, സിവിലൈസ്ഡ് അല്ലാത്ത, ബാർബാറിക് ആയിട്ടുള്ള ജൂതന്മാരെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. ആദ്യം തന്നെ എയർപോർട്ടിൽ വരുമ്പോൾ ഇലാൻ പാപ്പ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആദ്യമായിട്ട് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഇവർ DDT തെളിയിക്കും, കീടനാശിനി തെളിച്ചിട്ടാണ് ഇവരെ ഉള്ളിലേക്ക് കയറുന്നത്. കാരണം ഇവർ ഒരു അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള വേറെ തരം ജീവിതം ജീവിച്ചിരുന്ന ജൂതന്മാരല്ലാത്ത, മാത്രമല്ല യുദായുസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഒരു ജൂതന്മാരായിട്ട് അംഗീകരിക്കാൻ പോലും ഈ പറയുന്ന ആൾക്കാർ തയ്യാറായിരുന്നില്ല. അങ്ങനെ വളരെ കൃത്യമായിട്ട് അപ്പാർത്തൈഡ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മാവൻ പറവൂർക്കാരനായിട്ടുള്ള ജൂതൻ അങ്ങോട്ട് പോയിരുന്നു. അദ്ദേഹം സേലം കോച്ച എന്ന് പറയുന്ന കൊച്ചിയിലെ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു യഹൂദ നേതാവുണ്ടായിരുന്നു, യഹൂദ ഗാന്ധി എന്നൊക്കെ വിളിച്ചിരുന്നത്. അദ്ദേഹം ഇവിടെ ഫൈറ്റ് ചെയ്തിരുന്നത്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം മുഴുവൻ ഫൈറ്റ് ചെയ്തിരുന്നത് ഈ വെളുത്ത ജൂതന്മാരും കറുത്ത ജൂതന്മാരും തമ്മിലുള്ള കേരളത്തിലൊരു പ്രശ്നമുണ്ട്. അത് അഡ്രസ്സ് ചെയ്തിട്ട് അങ്ങനെ ഗാന്ധിയുടെ മുമ്പിലടക്കം കറാച്ചി AICC കോൺഫറൻസിന് പോയിട്ട് ഇത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് പുള്ളി. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ സിദി സാറിൻ്റെ വലുപ്പയാണ്. KM സിദി സാഹിബും ഈ സേലം കോഹനും കൂടെയാണ് AICC സമ്മേളനത്തിന് പോകുന്നത്. അങ്ങനെ നിരന്തരമായിട്ട് ഇതിനെ ഫൈറ്റ് ചെയ്തിരുന്നു, ഈ അപ്പാർത്തൈഡിനെ ഫൈറ്റ് ചെയ്തിരുന്ന മനുഷ്യൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ DDT തെളിയിക്കുകയാണ്. യഹൂദ ഗാന്ധി എന്ന് പറയുന്ന സേലം കോഹൻ 1948 ഇസ്രായേൽ സ്ഥാപിതമായതിനു ശേഷം അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം അനുഭവപ്പെട്ട ഒരു അദ്ദേഹം സയനിസ്റ്റ് ആവുന്നുണ്ട്. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം സയനിസ്റ്റ് ആവുകയും
കേരളത്തിൽ നിന്നുള്ള റിക്രൂട്ടിങ്ങിൻ്റെ ഒരു വലിയൊരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആരൺ എന്ന് പറയുന്ന മറ്റൊരു ബാരിസ്റ്റർ ആയിരുന്ന ഒരു കക്ഷിയും കൂടെയാണ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരെയും അവിടെ ചെല്ലുമ്പോൾ DDT അടിച്ചുകൊണ്ടിരിക്കുന്നവർ. അത്തരം ഒരു ഫാൻറ്റസികളുണ്ടായിരുന്നിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, പിന്നെ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് എല്ലാ തരത്തിലും, അതായത് ആ ഒരു പ്രദേശത്തിൻ്റെ ഭൗമ സൂചകങ്ങൾ മുഴുവൻ മാറ്റുന്നു. ജിയോഗ്രഫി കംപ്ലീറ്റ്ലി, ഇപ്പോൾ മീനാക്ഷിയുടെ ഒക്കെ പറഞ്ഞാൽ മനസ്സിലാവും, ഒരു പ്രദേശത്തിൻ്റെ എല്ലാ തരത്തിലും ടോപ്പോഗ്രഫിക്കൽ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് മുഴുവൻ അങ്ങോട്ട് മാറ്റുകയാണ്. വെജിറ്റേഷൻ, ഒരു സാധാരണ ഒരു ചെടിയുടെ പേരടക്കം മാറ്റുകയാണ്. ചെടി, അറബി പേരുള്ള ചെടികൾ മുഴുവൻ ഹീബ്രു പേരാക്കണം. ഈ ഹീബ്രു തന്നെ, ആ ഭാഷ തന്നെ അങ്ങനെ ഒരു ഭാഷ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന ഒരു മൃതഭാഷയായിട്ട്, സംസ്കൃതമൊക്കെ പോലെ പല സ്ഥലത്ത് ആളുകൾ ചിതറിക്കിടരുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷയായിരുന്നു. ആ മൃതഭാഷയെ അവിടെ കൂടുതൽ ഉപയോഗിച്ചിരുന്ന ആൾക്കാർ, ജർമ്മൻ ജ്യൂസ് ഉപയോഗിച്ചിരുന്നത് യിദിഷാണ്. ലത്തീനോ എന്ന് പറയുന്ന ലാറ്റിൻ്റെയും ഹീബ്രുവിൻ്റെയും കോമ്പിനേഷനാണ് വേറെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. കേരളത്തിലെ ആളുകൾ ഉപയോഗിച്ചിരുന്നത് ശിങ്കളി മലയാളം എന്ന് പറയുന്ന യഹൂദ മലയാളമായിരുന്നു. ഹീബ്രുവിൻ്റെയും മലയാളത്തിൻ്റെയും കോമ്പിനേഷൻ ആയിരുന്നു. അറബ് ലോകത്ത് നിന്ന് വന്ന ജൂതന്മാർ ഉപയോഗിച്ചിരുന്നത് റാബിക് എന്ന് പറയുന്ന അറബിക്കും ഹീബ്രുവും ചേർന്നാണ്. അങ്ങനെ പല ഭാഷകളെ ഹൊമോജിനൈസ് ചെയ്തിട്ട് ഒരു ഭാഷ ഒരു ലിംഗ്വിസ്റ്റിക് ഹോമോജിനൈസേഷൻ ഒരു യൂണിവേഴ്സിറ്റി അതിനുവേണ്ടി സ്ഥാപിക്കുന്നുള്ള 1918 ഹീബ്രു യൂണിവേഴ്സിറ്റി സ്ഥാപിതമാവുകയാണ്. അങ്ങനെ ആ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഇത് മുഴുവൻ പ്രദേശങ്ങളെ ശരിക്ക് ഒരു ഡീകൺസ്ട്രക്ഷൻ ഓഫ് അറബ് മാപ്പ് എന്ന് പറയുന്നൊരു സംഗതിയാണ്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സെറ്റിലർ കൊളോണിയലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തുടക്കം ദലത് പ്ലാനായിരുന്നു 48. അന്നാണ് ശരിക്കും തുടങ്ങുന്നത്. കൃത്യമായിട്ട് അധികാരം കിട്ടിയതിന് ശേഷം അവർ മുഴുവൻ, കിട്ടുന്നതിന് മുമ്പും അവർ അൺഒഫീഷ്യലി ചെയ്തിരുന്നു, പക്ഷേ ഒഫീഷ്യലി ചെയ്യാൻ തുടങ്ങിയത് ഡീകൺസ്ട്രക്ഷൻ ഓഫ് മാപ്പാണ്. ഈ മാപ്പ് ഇനി ലോകത്ത് ജീവിച്ചിരുന്ന പലസ്തീനികളല്ല, ആര് വിചാരിച്ചാലും ഈ മാപ്പ് മാറ്റാൻ പറ്റില്ല. ഇത് വലിയൊരു പ്രശ്നമാണ്. മൂന്നാമത്തെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അതിർത്തി. ഒരു സ്റ്റേറ്റ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ, ഇന്ത്യൻ സ്റ്റേറ്റ് 1947 രൂപം കൊള്ളുമ്പോൾ ഒരു അതിർത്തി ഉണ്ട് ഇന്ത്യക്ക്. നമുക്ക് ചൈനയുമായിട്ട് അതിരിടുന്ന മറ്റേ മക്മോഹൻ ലൈനും റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്ന പാകിസ്ഥാനുമായിട്ട് അതിരിടുന്ന ചില അതിരുകൾ ബ്രിട്ടീഷുകാർ വരച്ചാണെങ്കിലും അതിരുകളുണ്ട്. ഈ പലസ്തീൻ്റെ അതിർത്തി, ഇസ്രായേലിൻ്റെ അതിർത്തി ഏതാണ്? എന്ത് അതിർത്തി ഇസ്രായേലിനുള്ളത്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അതിർത്തി ഇല്ല. നിങ്ങൾ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന 1948 സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ഒരു ഡോക്യുമെൻ്റ് ഇറക്കിയിരുന്നു. ഈ ഡോക്യുമെൻറ്റിൽ എവിടെയും അതിർത്തി പറയുന്നില്ല. ഒരു രാജ്യത്തിന് അതിർത്തി ഇല്ലാത്ത രാജ്യം. അത് എല്ലാ ദിവസവും പുതിയ അതിർത്തികളിലേക്ക് മാറി മാന്തിക്കൊണ്ടിരിക്കുന്ന അതിർത്തി മാന്തലാണ് അവിടെ. നമ്മൾ അതിർത്തി ഗാന്ധി എന്നൊക്കെ പറഞ്ഞാൽ അതിർത്തി മാന്തി ഗാന്ധി വേണം അവിടെ. അത്തരം അതിർത്തികൾ മാന്തുന്ന ആളുകളാണ് സെറ്റേഴ്സായിട്ട് ഓരോ പ്രാവശ്യം വരുന്നത്. ഇപ്പോഴും അതിർത്തിയില്ല. മാത്രമല്ല, ഒരു വലിയ വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് ജുദിയ സമരിയ എന്ന് പറയുന്ന ജോർദാൻ അടക്കമുള്ള വലിയൊരു പ്രദേശമാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത്. അതിൻ്റെ ബൗണ്ടറികൾ ഓരോ ദിവസം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അടുത്ത റൗണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാം. ഇപ്പോൾ ഈ ഇലിയാസ് മാഷ് പറഞ്ഞ കാര്യത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാവുന്ന ഒരു സുന്ദരമായ നോവൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ജമാൽ കൊച്ചങ്ങാടി എഴുതിയിട്ടുള്ള സിനഗോഗ് ലെയിൻ എന്നാണ്. നല്ല ചരിത്ര നോവൽ എന്ന് വേണമെങ്കിൽ പറയാം. വംശീയാഖ്യാനത്തിൻ്റെ പരിധിയിലും പെടുത്താവുന്ന നോവലാണ്. വളരെ മനോഹരമായി. ഈ സേലം കോച്ചയെ കുറിച്ച് സേലം കോച്ച് ഇതിൽ പ്രധാന കഥാപാത്രമാണ്. ജൂത ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ ഈ യഹൂദ മലയാളം നമുക്കത്ര പരിചയമില്ലാത്തൊരു സാധനമാണ്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മൂലമുടയ ഒരുത്തൻ എന്ന വാക്ക് കേട്ടവൻ ഞെട്ടിപ്പോയി. ദൈവത്തിൻ്റെ പേരാണ് യഹൂദ മലയാളത്തിൽ മൂലമുടയ ഒരുത്തൻ. കാർക്കുഴലി എന്ന് പറയുന്ന ഒരു പുസ്തകം യഹൂദ മലയാളത്തിൽ യഹൂദ പെൺപാട്ടുകൾ ഒരു കമ്പൈലേഷൻ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. മുസിരിസാണ് ഇറക്കിയിരിക്കുന്നത്. വളരെ രസകരമായ പാട്ടുകളാണ്. ഒരു പെർഫോമൻസ് രശ്മി സതീഷ് എന്ന് പറയുന്ന ഒരു പാട്ടുകാരി കഴിഞ്ഞ തവണ പ്രസൻറ്റ് ചെയ്തു കൊച്ചിയിൽ. അതുപോലെ ശിംഗ്ലിപ്പാട്ടുകൾ മറ്റേ നമ്മുടെ സ്കറിയ സക്കറിയ മാഷ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അടുത്തതായിട്ട് VP റെജീന നമ്മളോട് സംസാരിക്കും. ക്ഷണിക്കുന്നു. ഇവിടെ നിങ്ങളോട് സംസാരിച്ച ഇല്യാസ് സാറുടെയോ അല്ലെങ്കിൽ സീതി സാറിൻ്റെയോ ഒക്കെ അത്രയൊന്നും ഗഹനമായ നോളജ് എനിക്ക് ഇതിനകത്ത് അവകാശപ്പെടാനൊന്നുമില്ല. എന്നാലും ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിൽ നമ്മൾ നിരന്തരം ഇത്തരം വാർത്തകളിലൂടെ കടന്നു പോകുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒബ്സർവേഷൻസ് ആർട്ടിക്കിളുകളൊക്കെ വായിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. അത് പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ
അത്രത്തോളം ഹൈലൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിലേക്ക്, വായനക്കാരുടെ മുമ്പിലേക്ക് തുറന്നു വെക്കുകയോ ചെയ്യാത്ത പല ഘടകങ്ങളും അതിനകത്തുണ്ട്. ഇപ്പോൾ ഇല്യാസ് സാറ് ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, അതുപോലെ തന്നെ നിലവിലുള്ള ഗാസ പീസ് ബോർഡിനെ കുറിച്ച് സീതി സാറും സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഈ ഗസ ജനോസൈഡ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ലോകരാഷ്ട്രീയത്തിൽ നടന്ന ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിൽ 2020 ഒരു G20 സമ്മിറ്റ് നടന്നിരുന്നു. അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡൻറ്റ്, അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡനും തമ്മിൽ ഒരു കരാർ ഒപ്പുവെക്കുകയുണ്ടായി. അത് ഗ്രേറ്റ് ബിഗ് ഡീൽ എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് വ്യാപാര ഇടനാഴി എന്നുള്ളതാണ്. അതിനെ നമ്മൾ ഷോർട്ടൺ ചെയ്താൽ IMEC കോറിഡോർ അല്ലെങ്കിൽ IMEC കോറിഡോർ എന്നൊക്കെ പറയും. എനിക്ക് അതിന് മുന്നോടിയായിട്ട് പറയാനുള്ള കാര്യം, നമ്മൾ കാണുന്ന ഈ ജനസൈഡുകളും വാറും എല്ലാം തന്നെ കൂട്ടമായും മനുഷ്യവംശത്തെ ഇല്ലായ്മ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ വേറൊരു വശം എന്നത് ജിയോ പൊളിറ്റിക്കൽ സൈഡാണ്. അത് പ്രധാനമായും ലോകത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങളൊക്കെ തന്നെയും വിഭവത്തിൻ്റെ മേലുള്ള ആധിപത്യത്തിന് വേണ്ടിയായിരുന്നു. നമുക്കറിയാം, പെട്രോളിയത്തിന് വേണ്ടിയുള്ള പെട്രോളിൻ്റെയും അതുപോലെയുള്ള ഇന്ധനങ്ങൾക്കും, ലോകത്തെ ചലിപ്പിക്കുന്ന ഇന്ധനങ്ങൾക്കും വേണ്ടിയുള്ള യുദ്ധങ്ങൾ എത്രയോ കാലങ്ങളായി, നൂറ്റാണ്ടുകളായി നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും കോൾഡ് വാർസും ഒക്കെ തന്നെയും നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഈ വിഭവത്തിന് വേണ്ടിയുള്ള മത്സരാധിഷ്ഠിതമായിട്ടുള്ള വാർസ് ആയിരുന്നു എന്ന് മനസ്സിലാകും. ഇപ്പോൾ നടക്കുന്നതും ലോകത്തുടനീളം നടക്കുന്നതും അത്തരത്തിലുള്ള വാറിൻ്റെ തുടർച്ചയാണെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒബ്സർവേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ 2020 G20 സമ്മിറ്റിൽ ഉണ്ടായിട്ടുള്ള ആ ഡീല്, അതിനുശേഷം ഇന്ത്യൻ ധനമന്ത്രി പ്രഖ്യാപിച്ച ബജറ്റിലും ഈ ഇടനാഴിയെക്കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നു. അത് ലോകത്തിൻ്റെ വ്യാപാരത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പാതയായിരിക്കും, സമുദ്രാന്തർ പാതയായിരിക്കുമെന്ന് നിർമ്മല സീതാരാമൻ ആ ബജറ്റിൽ, അതായത് ഇപ്പോഴുള്ളതല്ല, മുമ്പ് 2020 ശേഷം ഉണ്ടായിട്ടുള്ള ബജറ്റിൽ അവർ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. പിന്നെ ഈ അടുത്ത് അവർ പ്രഖ്യാപിച്ച ബജറ്റിൽ ഒരു ധാതു ഇടനാഴിയെക്കുറിച്ചും പറയുന്നുണ്ട്. കേരളത്തിലൂടെയും തമിഴ്നാട്ടിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ധാതു ഇടനാഴിയെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഈ യുദ്ധങ്ങളെ വെറും മനുഷ്യക്കുരുതികൾ മാത്രമായിട്ട് കാണുന്നതിന് പകരം ഇത്തരം ജിയോ പൊളിറ്റിക്കൽ വശങ്ങൾ, അതായത് വിഭവക്കൊള്ളയ്ക്ക് വേണ്ടിയുള്ള തേരോട്ടങ്ങളിലേക്ക് ബന്ധിപ്പിച്ച് നിർത്തുമ്പോൾ ഭീകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുമാണ് അണിയറയിൽ നടക്കുന്നതെന്നാണ്. ഈ IMEC കോറിഡോർ വരുന്നതിന് മുമ്പ് 2012 തോന്നുന്നു, ചൈന വേറൊരു സമാനമായിട്ടുള്ള, അതായത് ചൈനയായിരുന്നു പഴയ കാലത്ത് വ്യാപാരത്തിൻ്റെ അധികാരികളായിട്ട്. പഴയ സിൽക്ക് റൂട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ചരിത്രത്തിൽ ഉള്ള വലിയ വലിയ വ്യാപാരങ്ങൾ നടത്തിയത് ചൈനയായിരുന്നു മൊണോപ്പൊളി. അപ്പോൾ അവർ അതിനെ തിരിച്ചു പിടിക്കാൻ, പിന്നീടുണ്ടായിട്ടുള്ള യുദ്ധങ്ങളെല്ലാം ചൈനയുടെ ആധിപത്യം നഷ്ടപ്പെടുത്തുകയും അതിന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവർ 2012 ഷീ ജിൻപിങ് പുതിയൊരു കോറിഡോർ, അതിൻ്റെ തന്നെ പുനരാവിഷ്കരണം, അതായത് ന്യൂ സിൽക്ക് റൂട്ട്, അതിനവരിട്ടിരിക്കുന്ന പേര് ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് എന്നുള്ളതാണ്. 1 ബെൽറ്റ് 1 റോഡും എന്ന് പറയും. അപ്പോൾ ഈ സാധനം പ്രഖ്യാപിച്ച് തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ ചേരിയുടെ കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അമേരിക്കയുടെ അലീസിനെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ഒരു വ്യാപാര ലോകം അവർക്ക് നഷ്ടപ്പെടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കും. അപ്പോൾ ഈ IMEC കോറിഡോറിന് 1 ബെൽറ്റ് 1 റോഡ് ഇനിഷ്യേറ്റീവിന് ബദലായിക്കൊണ്ട് ഇവർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ പറയുന്ന IMEC കോറിഡോർ. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളം എന്നുള്ളത് എത്രമാത്രം ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പ്രദേശമാണെന്നാണ്. ഇതൊരു മുനമ്പാണല്ലോ. അപ്പം കേരളത്തെ ഈ പറയുന്ന IMEC കോറിഡോർ കടന്നു പോകുന്നത്, ശരിക്കും പറഞ്ഞാൽ അത് തുടങ്ങുന്നത് തന്നെ ഒരർത്ഥത്തിൽ കേരളത്തിൽ നിന്നാണ്. അതെവിടെ നിന്നാണ് നിങ്ങൾക്കറിയാം. നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ ആരുടെ കയ്യിലാണ്? വിഴിഞ്ഞത്തിൽ നിന്ന് തുടങ്ങി പിന്നെ അടുത്ത പോർട്ട് മുന്ദ്ര, ഗുജറാത്ത് ആരുടെ കയ്യിലാണ്? ഗുജറാത്തിലൂടെ കടന്നുപോയി ഇത് പിന്നെ എത്തുന്നത് ഇസ്രായേലിൻ്റെ ഹൈഫയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്, ഹൈഫ പോർട്ടിലേക്ക്. അതുപോലെ നേരത്തെ ഇത് പറഞ്ഞിരുന്ന കൊളംബോ തുറമുഖത്തിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഈ 4 തുറമുഖങ്ങളും ആരുടെ കൈവശമാണ്?
ഇന്ത്യൻ മൾട്ടി ബില്യണറായിട്ടുള്ള അദാനിയുടെ കൈവശമാണ്. അപ്പോൾ ഈ ഇന്ത്യൻ സമുദ്രമേഖല ചുറ്റി വളഞ്ഞുകൊണ്ട് ഇത് GCC കൺട്രീസിലൂടെ കടന്നു പോകുന്ന, എന്നിട്ട് ഹൈഫ തുറമുഖത്തെത്തി അവിടെ നിന്ന് യൂറോപ്പിലേക്ക് കിടക്കുന്ന ഒരു പാതയാണിത്. ഇതിനകത്ത് വരാത്തതായിട്ട് ഒന്നുമില്ല. ഈ സമുദ്രത്തിനടിയിലൂടെ കടന്നു പോകുന്ന കേബിളുകൾ, എണ്ണ പൈപ്പ് ലൈനുകൾ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ, ഇതെല്ലാം ചേർന്നിട്ടുള്ള വലിയൊരു പദ്ധതിയാണ് ഈ ഐമ കോറിഡോറിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണിത്? കേരളത്തിൽ നിന്നുള്ള ധാതു ഇടനാഴിയെക്കുറിച്ച് ചിന്തിക്കുക. ഈ ധാതു ഇടനാഴി എന്തിനാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നത്? നമ്മുടെ പശ്ചിമഘട്ടം അത്യപൂർവമായിട്ടുള്ള ജൈവശേഖരത്തിൻ്റെ, അതായത് ഇപ്പോൾ ലോകം ചലിക്കുന്നത് പെട്രോളിലാണെങ്കിൽ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ഇന്ധനങ്ങളിലാണെങ്കിൽ അത് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ. ഭൂമിക്കടിയിൽ നിന്ന് അത് ഊറ്റാൻ കഴിയാത്ത വിധത്തിൽ അതെല്ലാം ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പകരമായിട്ട് ഇവർ കൊണ്ടുവരാൻ പോകുന്ന പ്രകൃതിവാതകങ്ങൾ, അതുപോലെ തന്നെ അപൂർവ ഭൗമധാതുക്കൾ, റയർ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്ന ഈ അപൂർവ ഭൗമധാതുക്കൾ, അതിൻ്റെ വലിയൊരു ശേഖരം ഏറ്റവും കൂടുതലുള്ളത് ചൈനയുടെ കൈവശമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഉപഭോഗത്തിനും അതുപോലെ അമേരിക്കക്കും മറ്റുള്ള രാജ്യങ്ങൾക്കും വിൽക്കാനും അതിൻ്റെ അലീസിനും വിൽക്കാനുള്ളതുമായിട്ടുള്ള അപൂർവ ഭൗമലോഹങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടേമിലല്ല, കഴിഞ്ഞ ടേമിൽ തന്നെ ട്രംപ് വന്ന സമയത്ത് ഒരു പദ്ധതിൻ്റെ തുടക്കം ഉണ്ടായിരുന്നു. അത് ഈ ടേമിൽ അവർ കുറച്ചുകൂടെ പ്രത്യക്ഷമായിട്ട് പ്രഖ്യാപിച്ചു. ഡ്രിൽ ബേബി ഡ്രിൽ എന്നുള്ളതാണ് ആ പദ്ധതി. എന്താണ് അതിൻ്റെ അർത്ഥം? ലോകത്തുടനീളം എവിടെയും ഖനനം ചെയ്യാനും അതുപോലെ മൈനിങ് ഒക്കെ നടത്താനുള്ള എല്ലാ അവകാശവും അമേരിക്കയുടെ കയ്യിലേക്ക് വരുന്ന രൂപത്തിലുള്ള ഒരു പ്രൊജക്റ്റാണിത്. വമ്പൻ പ്രൊജക്റ്റാണിത്, ഡ്രിൽ ബേബി ഡ്രിൽ. ഈ പ്രൊജക്റ്റിൻ്റെ മറവിൽ അവർ ലോകത്തുടനീളം പുതിയൊരു തേരോട്ടം, അധികാരത്തിനും വിഭവത്തിനും വേണ്ടിയുള്ള തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗസ ജനോസൈഡ് നടക്കുന്നത്. അതിൻ്റെ പിന്നിൽ മെഡിറ്ററേനിയൻ കടൽത്തീരത്തു നിന്നും, അതായത് ഗസ സ്ഥിതി ചെയ്യുന്നത് മെഡിറ്ററേനിയൻ കടൽത്തീരത്താണ്, ഗസ, ഫലസ്തീൻ, ഇസ്രായേൽ ഒക്കെ. അപ്പം ഇതിനകത്ത് ഈ ഫലസ്തീനിൽ നിന്നും എത്രയോ നോട്ടിക്കൽ മൈൽ അകലെയായിട്ട് വലിയൊരു പ്രകൃതിവാതക ശേഖരം കുറച്ച് മുമ്പായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് സ്വന്തമാക്കണമെങ്കിൽ ഇസ്രായേലിന് സ്വന്തമായിട്ട് മുഴുവനായിട്ടത് എടുക്കാൻ പറ്റില്ല. കാരണം ഈ മെഡിറ്ററേനിയൻ തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും പങ്കുള്ള ഒരു മുതലാണത്. പക്ഷേ ഇസ്രായേലിന് അത് ഒറ്റയ്ക്ക് വേണം. അതിനാദ്യം അവർ തുരത്തേണ്ടത്, അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഗസയാണ്, ഗസയിലെ പ്രതിരോധമാണ്. അത് പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഗസയിൽ നടക്കുന്ന പ്രതിരോധം. കാരണം ഈ ഹൈഫ പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ്. ഗസയുടെ തീരത്തുനിന്നും കുറച്ച് മാറിയിട്ടാണ്, എത്ര 100-150 കിലോമീറ്റർ അപ്പുറത്താണ് ഹൈഫ പോർട്ട് ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം യമനിലെ ഹൂതികളും ഗസയിലെ ഹമാസും അതുപോലെ തന്നെ ഈ ഇറാനും ഒക്കെ തന്നെയും ഇവരുടെ വിഭവ കൊള്ളയ്ക്ക് തടസ്സം നിൽക്കുന്ന ശക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് വേണ്ടത്? ആദ്യം അത്തരത്തിലുള്ള സുരക്ഷാ ഭീഷണികളെ ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ മുമ്പിലുള്ള പ്രധാന അജണ്ടയാണ്. അപ്പോൾ ഈ പറഞ്ഞ മെഡിറ്ററേനിയൻ കടലിലുള്ള ആഴത്തിൽ കിടക്കുന്ന ലവ്യതൻ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഫീൽഡിൽ എനിക്ക് തോന്നുന്നു, ഞാൻ വായിച്ചതനുസരിച്ച് $600 ബില്യൺ പ്രകൃതിവാതകമാണ് അവിടുന്ന് കുഴിച്ചെടുക്കാൻ പറ്റുക. അവർ കണക്കാക്കിയത് വെച്ചിട്ട് അത്രയാണ്, അതിൽ കൂടുതൽ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇത് ഒരിക്കലും മറ്റുള്ള ശക്തികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ മുമ്പ് വലിയൊരു വഞ്ചന നടത്തിയിട്ടാണ് മെഡിറ്ററേനിയനിലുള്ള ഈ പ്രകൃതിവാതകമായാലും എണ്ണയായാലും ഖനനം ചെയ്യാനുള്ള കരാറ് വലിയൊരു അട്ടിമറിയിലൂടെയാണ് ഫലസ്തീനികളിൽ നിന്നും ഇസ്രായേൽ നേടിയെടുത്തത്. അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ലോകത്തെ ചലിപ്പിക്കുന്ന ഇന്ധനമായിട്ട് മാറാൻ പോകുന്ന പ്രകൃതിവാതകമായാലും അതുപോലുള്ള ഈ പറയുന്ന അപൂർവ ധാതുക്കളായാലും അതൊക്കെ അതിൻ്റെയൊക്കെ ഉടമകളായിട്ട് മാറാൻ ഈ പറയുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക് ഒരു അവസരം കൂടി അവരുടെ മുമ്പിൽ ഉണ്ടാവുകയാണ്. അത് ഒരു അടി തെറ്റിക്കഴിഞ്ഞാൽ അത് ചൈന കൊണ്ടുപോകും. ശരിക്കും പറഞ്ഞാൽ കോൾഡ് വാറിൻ്റെ സമയത്ത് USSRും അതുപോലെ ഈ പറയുന്ന കൊളോണിയൽ പവേഴ്സും തമ്മിലുള്ള വാറ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ശക്തി എന്ന് പറയുന്നത് ചൈനയും അവരുടെ അലീസുമാണ്. അപ്പോൾ അതിനകത്ത് ഇന്ത്യ ശരിക്കും പെട്ട് കിടക്കുകയാണ് ഇപ്പോൾ. കാരണം ഇടയ്ക്ക് നിങ്ങൾക്കറിയാം, ട്രംപിനെ സപ്പോർട്ട് ചെയ്ത മോദി ഇടക്കാലത്ത് ചൈനയുടെ ചേരിയിലേക്ക് മാറുന്നൊരു കാഴ്ചയുണ്ടായി. വീണ്ടും ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ട് ഇപ്പോൾ വ്യാപാര കരാറിൽ ഒപ്പിടിക്കുകയുണ്ടായി. ഈ വ്യാപാര കരാറൊക്കെ എന്താണ്? അതായത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾക്കുള്ള തീരുവ 0 ആക്കിയിട്ടും പിന്നെ ഇന്ത്യക്ക് മേലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ ഏർപ്പെടുത്തിയും ട്രംപ് കളിക്കുന്ന ഈ കളി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പ്രകൃതി വിഭവങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കൂടിയാണ്. അപ്പോൾ ഈ ധാതു ഇടനാഴി എന്ന് പറയുന്നതും ഐമ കോറിഡോർ എന്ന് പറയുന്നതും അത്ര ചെറിയ
സംഗതികളല്ല. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഗസ വിഷയമായാലും വെനിസ്വല ആയാലും എന്ത് യുദ്ധവും ചർച്ച ചെയ്യുന്ന പക്ഷം അതിൻ്റെ ഈ അർത്ഥത്തിലുള്ള സാമ്പത്തിക വശം നമ്മൾ അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അത് അവഗണിച്ചുകൊണ്ടാണ് മെയിൻ സ്ട്രീം മീഡിയ നമ്മുടെ മുമ്പിൽ പലതരത്തിലുള്ള കാര്യങ്ങളും ഘടകങ്ങളും നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തരുന്നത്. അപ്പോൾ ഈ ഒളിച്ചു വെക്കുന്ന സാധനങ്ങളിലേക്ക് നമ്മൾ ചെല്ലുക എന്നുള്ളത്, ഇറങ്ങി ചെല്ലുക, നമ്മൾ വായിക്കുന്ന വാർത്തകൾക്കകത്തുള്ള വാർത്തകളെ കണ്ടെത്തുക, ഇതെല്ലാം പരസ്പരം ബന്ധിപ്പിക്കുക എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണമെന്നാണ് എനിക്ക് എൻ്റെ കേൾവിക്കാരെന്നുള്ള നിലയിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞ് അടുത്ത റൗണ്ടിൽ ഇനി കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഗസ ഒരു ദുരന്ത ഭൂമിയായി മാറിക്കഴിഞ്ഞു. അത് ലോകരാഷ്ട്രീയത്തിൽ ഇനി ഏത് തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക? ഞാൻ സിദി സാറിലേക്ക് പോവുകയാണ്. എനിക്ക് അല്പം ആശങ്കയോടുകൂടി പറയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലരും അത് ഉൾക്കൊള്ളണമെന്നില്ല. പാലസ്തീൻ വിഷയം, ഇലിയാസ് നേരത്തെ സൂചിപ്പിച്ച പാലസ്തീൻ വിഷയം യഥാർത്ഥത്തിൽ ഒരു മതപരമായ വിഷയമായിരുന്നില്ല. ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു പരിണാമം അല്ലെങ്കിൽ ഒരു ദിശാപരിണാമം ഉണ്ടാകുന്നത് 80കളിലാണ്. അത് പാലസ്തീൻ നേതൃത്വത്തിൽ വന്ന അപജയം ഒരു ഘടകമാവുമ്പോൾ പാലസ്തീൻ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ധ്രുവീകരിക്കാനോ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായി രൂപമെടുത്ത ഹമാസ്, എന്നെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നൊരു കാര്യം ഹമാസിൻ്റെ പ്രത്യക്ഷത്തിലുള്ള റോളാണ്. പ്രത്യക്ഷത്തിലുള്ള റോളെന്ന് ഞാൻ പറയുമ്പോൾ ഹമാസ് യഥാർത്ഥത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് എന്താണ്? പാലസ്തീൻ പ്രശ്നത്തിൻ്റെ മൂല പ്രശ്നത്തിലേക്ക് കടക്കുകയാണോ ചെയ്യുന്നത്? അതിനെ ഒരു മതപരമായ മതരാഷ്ട്രപരമായ പരിവേഷം കൊടുക്കുന്നതല്ലേ എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. അതിൻ്റെ ഒരു കാരണം എനിക്ക് പറയാൻ പറ്റുന്നത് 1986-87 കാലഘട്ടങ്ങളിൽ ഹമാസ് ഉടലെടുക്കുന്നത് ബ്രദർഹുഡിൻ്റെ ഒരു ചാരിറ്റി സംഘടനയിൽ നിന്നാണ്. അതൊരു ചാരിറ്റി സംഘടനയിൽ നിന്നാണ് ഹമാസ് ഉടലെടുക്കുന്നത്. അതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ഇസ്രയേലാണ്. കാരണം ഇസ്രയേലി നേതൃത്വത്തെ, ഈ പാലസ്തീൻ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം മതത്തെ ഉപയോഗിക്കുക. അത് അമേരിക്ക കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്. തീവ്രവാദ സംഘടനകളെ ഒരു ഭാഗത്ത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. എവിടെയെല്ലാം സൗകര്യപ്രദമായ ഇടങ്ങളുണ്ട് അവിടങ്ങളിലൊക്കെ ചെയ്യുക. അഫ്ഗാനിസ്ഥാനായാലും മറ്റേത് പ്രദേശങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഹമാസിനെ വളർത്തുന്നതിൽ നല്ലൊരു പങ്ക് വഹിച്ചവരാണ്. പക്ഷെ ഹമാസ് എന്താ ചെയ്തത്? യഥാർത്ഥത്തിൽ ഒരു സെക്കുലർ ദേശരാഷ്ട്ര പ്രശ്നമായിരുന്ന പാലസ്തീനെ ഒരു മതരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റി എന്നുള്ളതാണ് സത്യം. അതിലൂടെ സംഭവിച്ചത് ധാരാളം മനുഷ്യരെ യഥാർത്ഥത്തിൽ ഇസ്രായേലിനുള്ളിൽ തന്നെ ജീവിക്കുന്ന, ഇസ്രായേലിനുള്ളിൽ ഏതാണ്ട് 1 മില്യൺ മനുഷ്യരിലേറെ പാലസ്തീൻ പൗരന്മാരായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെയൊക്കെ കേട്ട വാർത്ത, ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം ഇസ്രായേലിനുള്ളിൽ ജീവിക്കുന്ന പലസ്തീനിയൻ പൗരന്മാരുടെ പൗരത്വം റദ്ദാക്കാൻ തുടങ്ങി. അത് ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. 1 മില്യണിലേറെ പാലസ്തീനിയൻ പൗരന്മാർ ഇസ്രായേലിനകത്ത് ജീവിക്കുന്നുണ്ട്. അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ ഈ പാലസ്തീൻ വിഷയത്തെ ഒരു മതപരമായ വിഷയമാക്കി മാറ്റുന്നതിലൂടെ ഇസ്രായേലിൻ്റെ ആശങ്ക, അവരുടെ സുരക്ഷാ ആശങ്കകൾ 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. അതിന് എത്രയോ ഇരട്ടി വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയായിരുന്നു ഒക്ടോബർ 2023 അറ്റാക്ക്. ഒരിക്കലും ആരും ന്യായീകരിക്കാൻ പറ്റാത്ത അറ്റാക്കായിരുന്നു. അവിടുത്തെ ഇസ്രായേലിനുള്ളിലെ സൈനിക കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെയോ ഒന്നുമല്ല ആക്രമിച്ചത്. അതിൽ ഇരകളായതിൽ ബഹുഭൂരിപക്ഷം പേരും സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. ഇസ്രായേലിനുള്ളിൽ തന്നെ പൊതുജനാഭിപ്രായം ഈ വിഷയത്തിൻ്റെ ഇതിന് വിരുദ്ധമായി കൊണ്ടുവരുന്ന നല്ല റോള് വഹിച്ചിരിക്കുന്നത് ഹമാസിൻ്റെ ഈ നിരുത്തരവാദപരമായ പെരുമാറ്റമാണ്. യഥാർത്ഥത്തിൽ പാലസ്തീനി അതോറിറ്റിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് പാലസ്തീൻ ഇഷ്യൂവിൻ്റെ മുമ്പിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത് അംഗീകരിക്കാതെ നമുക്ക് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ പാലസ്തീനിയൻ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇന്ന് ഹമാസിൻ്റെ പ്രശ്നമായിട്ട് സമീകരിക്കുന്നത് അപകടം പിടിച്ചൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
നമുക്കറിയാം ഈ അറബി രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. ഈ പാലസ്തീൻ പ്രശ്നത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്രയേലും അമേരിക്കയുമായിട്ട് പിന്നാമ്പുറത്ത് കൂടിയുള്ള ഒരുപാട് ഉടമ്പടികൾ മുൻകാലങ്ങളിൽ വെച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ അബ്രഹാം ഉടമ്പടികൾ വന്നതോടുകൂടിയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹമാസിൻ്റെ ഹാലിളകുന്നത് ഈ അബ്രഹാം ഉടമ്പടികളോടുകൂടിയാണ്. കാരണം പാലസ്തീൻ ഇഷ്യൂവിനെ അണ്ടർമൈൻ ചെയ്തുകൊണ്ടുള്ള പിന്നെ സൗദി അറേബ്യയുടെയോ അല്ലെങ്കിൽ UAE-യുടെയോ ബഹ്റൈൻ്റെയോ തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്നാമ്പുറ ഇടപാടുകളാണ് അവരെ ചൊടിപ്പിച്ചത്. പക്ഷെ അതിൻ്റെ അർത്ഥം ഇസ്രയേലിലേക്ക് പോയി ഈ അക്രമങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ എല്ലാം പരിഹരിക്കാം. ഞാൻ അന്ന് ഒക്ടോബർ 7-ാം തീയതി എൻ്റെ മനസ്സിൽ കണ്ടത് ഏറ്റവും കുറഞ്ഞത് 1,00,000 പാലസ്തീനികളെങ്കിലും കുരുതി കൊടുക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഹമാസ് ചെയ്തതെന്നാണ്. എന്നാൽ ഇന്നത്തെ അനൗദ്യോഗിക കണക്കിൽ പറയുന്ന 1,00,000-ന് മേലിൽ ആളുകൾ മരിച്ചു എന്നാണ്. 72,000 പേര് ഇന്ന് പാലസ്തീനിയൻ ഗാസ അതോറിറ്റി പറയുമ്പോൾ 72,000 പേര് എന്ന് പറഞ്ഞാൽ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടവരാണ്. പാലസ്തീനിൽ ജീവിക്കുന്ന, ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ജീവിക്കുന്ന മനുഷ്യരിൽ നല്ലൊരു ശതമാനവും യാതൊരു രജിസ്ട്രേഷനും ഈ പറയുന്ന ഐഡൻറ്റിറ്റി കാർഡുകൾ ഇല്ലാത്തവരാണ്. ആ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 1,00,000-ലേറെ പേര് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ആ അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നം, ഒരു ഭാഗത്ത് ട്രംപിൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ഗാസയെ മുൻനിർത്തിയുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. ഇപ്പോൾ നേരത്തെ റജീന പറഞ്ഞതിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. ഈ പറയുന്ന കോറിഡോർ സംബന്ധിച്ചുള്ള ആശങ്ക ഈ പറയുന്ന പല രാജ്യങ്ങൾക്കുമുണ്ട്. ആശങ്കയല്ല, സംബന്ധിച്ചുള്ള ആകാംക്ഷയാണുള്ളത്. ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ട്രംപിന് തന്നെ ഗാസയും വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള മേഖലകളെയും എല്ലാം വലിയൊരു പർദീസിയാക്കി മാറ്റാമെന്നുള്ള സ്വപ്നം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ 2025 ജനുവരിയിൽ ഒരു വെടിനിർത്തലുണ്ടായതിനു ശേഷമാണ് ഏറ്റവും വലിയ യുദ്ധങ്ങളുണ്ടായത്. 2025 ശേഷം 25 ഒക്ടോബറിന് ശേഷം വന്ന ഗാസ പ്ലാനിന് ശേഷം ഞാൻ പറഞ്ഞ 1567 വെടിനിർത്തൽ ലംഘനങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലേറെ ലംഘനങ്ങൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഹമാസ് അർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് ഗാസയിൽ നിന്ന് മാത്രമല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പല പ്രദേശങ്ങളിലുള്ള ഈ പറയുന്ന ഹമാസുമായിട്ടുള്ള ഐക്യപ്പെടുന്ന ധാരാളം സംഘങ്ങളുണ്ട്. ഇവർ കരുതലോടുകൂടി ഇരുന്നില്ലെങ്കിൽ ഇവരുടെ ഭാവി പോക്കാണ്. കാരണം ഇത് ഒരു യുദ്ധത്തിൽ പ്രയോഗിക്കേണ്ട തന്ത്രങ്ങൾ പോലും മനസ്സിലാകാത്ത രീതിയിലാണ് ഒക്ടോബർ 7, 2023 ഹമാസ് ചെയ്തത്. അതിൻ്റെ വില മുഴുവൻ കൊടുക്കേണ്ടി വന്നത് ഗാസയിലെ ജനങ്ങളാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ യഥാർത്ഥത്തിൽ പാലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു പരിഹാരമാണോ ഒക്ടോബർ 7, 2023 ഹമാസ് ചെയ്തത്? ഒരിക്കലും അല്ലല്ലോ. അതിൻ്റെ വില കൊടുക്കേണ്ടി വന്നതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? മതരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന ഏതൊരു പ്രസ്ഥാനത്തെയും ഇതിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു പീസ് ഡീലിന് പോയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപകടകരമായ രീതിയിലാണ് കാര്യങ്ങൾ മാറുന്നത്. പാലസ്തീൻ ഇഷ്യൂവിനെ ഒരു സെക്കുലർ ഇഷ്യൂവായി മാറ്റാൻ, അതിനെ നിലനിർത്താൻ കഴിയുന്ന ഒരു നേതൃത്വം. ഇപ്പോൾ നമുക്കറിയാം പാലസ്തീനിയൻ അതോറിറ്റിയിലൊക്കെ ഉണ്ടായിട്ടുള്ള അപജയങ്ങൾ, നേതൃത്വപരമായ പ്രശ്നങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയേണ്ടത്. ശക്തമായൊരു നേതൃത്വം പാലസ്തീനിയൻ അതോറിറ്റിയിൽ നിന്നുണ്ടാകേണ്ടി വന്നാൽ മാത്രമേ, ഞാൻ ഹമാസിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കുന്ന ആളല്ല, അവരുടെ തന്ത്രങ്ങളെ അംഗീകരിക്കുന്ന ആളല്ല. അത് അംഗീകരിച്ചാൽ സംഭവിക്കാൻ പോകുന്ന യഥാർത്ഥത്തിൽ പാലസ്തീൻ ഇഷ്യൂവിനെ പിന്നെയും ഒരു നൂറ്റാണ്ടിലേക്ക് നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നുള്ളതാണ്. തന്ത്രപരമായി നീങ്ങാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. അത് ട്രംപിന് വലിയൊരു റിയൽ എസ്റ്റേറ്റ് നീട്ടിക്കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഹമാസ് നമ്മളെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ട്രംപിസത്തിൻ്റെ അപഹാരങ്ങൾ പ്രശ്നമാണ്. അതോടൊപ്പം മതരാഷ്ട്രവാദവും ദുരന്തമായി മാറും എന്ന് സിദി സാർ സൂചിപ്പിച്ചു. അടുത്തതായിട്ട് ഇല്യാസ് മാഷ് അദ്ദേഹത്തിൻ്റെ ഒരു കൺക്ലൂഡിങ് റിമാർക്സ് നടത്തും. സെഷൻ നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇല്യാസ് മാഷിൻ്റെ ഒരു കൺക്ലൂഡിങ് റിമാർക്സിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, കൂട്ടിച്ചേർക്കേണ്ട വളരെ അത്യാവശ്യമായി തോന്നിയൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക, ഇപ്പം ഈ രണ്ടുപേരും പറഞ്ഞു, ഇപ്പോൾ സിദി സാറും റജീനയും പറഞ്ഞ കാര്യങ്ങൾ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ പറയാണ്. പക്ഷെ അതിലൊരു പൊളിറ്റിക്കൽ തിയോളജിയുടെ ഒരു റിലീജിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ അതിൻ്റെ അകത്തുണ്ട്. പലപ്പോഴും കാണാതെ പോകുന്നൊരു ഇഷ്യൂ ആണ്. എന്തുകൊണ്ടാണ് അമേരിക്ക ഈ പ്രശ്നത്തിൽ, ട്രംപിൻ്റെ ഡിസൈൻസ് നമുക്ക് മനസ്സിലാക്കാം,
ജൂയിഷ് ലോബിയുടെ ഇടപെടൽ നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അതിനോളം പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ ഒരു റിലീജിയസ് കണ്ടന്റ് അതിൻ്റെ അകത്തുണ്ട്. കാരണം അമേരിക്കയിൽ പോയവർക്കൊക്കെ അറിയാം, നിങ്ങൾ അമേരിക്കയിൽ പല സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് അരിസോണയിൽ പോയിരുന്നു കഴിഞ്ഞ 2 വർഷം മുമ്പ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു നിയോ കൺസർവേറ്റീവ് എന്ന് വിളിക്കാവുന്ന വലിയൊരു ഗ്രൂപ്പിൻ്റെ അവരൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. കാരണം ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഇത് തുടങ്ങുന്നത് ഇപ്പോഴല്ല കേട്ടോ, തുടങ്ങുന്നത് 19ാം നൂറ്റാണ്ട് അവസാനത്തിൽ സയനിസ്റ്റ് മൂവ്മെന്റിനേക്കാൾ മുമ്പ് ക്രിസ്ത്യൻ സയനിസ്റ്റുകളുടെ വലിയൊരു ഗ്രൂപ്പ്. അന്ന് സയനിസ്റ്റ് എന്നുള്ള പ്രയോഗമില്ല, ക്രിസ്ത്യൻ സയനിസ്റ്റ് ഇന്ന് സൂചിപ്പിക്കാവുന്ന തരത്തിൽ അന്നൊരു മില്ലനറിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ആദ്യമായിട്ട് ഈ പ്രശ്നം ഒരു ഇതായിട്ട് മാറ്റുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അതിനൊരു റിലീജിയസ് ആയിട്ടുള്ള എല്ലാ ഒരു അർത്ഥത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ, കാരണം മെഷിഹ എന്ന് പറയുന്നത് ലോകാവസാനത്തെ കുറിക്കുന്ന ഒരു വരവുണ്ട് മെഷിഹയുടെ. ഇപ്പൊ ബൈബിളിലായാലും തൗറാത്തിലായാലും തൊറയിലായാലും ഇഞ്ചിയിലായത് ബൈബിളിലും ഖുറാനിലൊക്കെ പറയുന്നുണ്ട് ഈ മെഷിഹ വരുന്നുള്ളത്. ഈ മെഷിഹ വരുന്നത് നേരത്തെ ആവണം, കാരണം മെഷിഹയെ കാത്തിരിക്കാൻ പറ്റില്ല. മെഷിഹ എന്ന് വരുന്നു എപ്പോൾ അവതരിക്കുന്നു നമുക്കൊരു പിടുത്തമില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അതിലെ പ്രോമിസിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ യഹൂദന്മാർ ഇസ്രയേലിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് മെഷിഹ വരുന്നത്. അപ്പൊ യഹൂദന്മാരെ കൊണ്ടുവരിക എന്നുള്ളതൊരു മെസ്സിയാനിക് ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ്. മില്ലനറിസ്റ്റുകളായിട്ടുള്ള അന്നത്തെ ക്രിസ്ത്യൻ മില്ലനറിസ്റ്റുകളായ ആളുകൾ മുഴുവൻ ചെയ്യുന്നത് വെച്ചാൽ ഓരോ പ്രദേശത്തു നിന്നും ഇവര് യഹൂദന്മാരെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. കാരണം അവരുടെ ആഗ്രഹ പൂർത്തീകരണമാണ്. ജൂതന്മാരെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ദിവസവും അവർ പറയുന്നുണ്ട് നെക്സ്റ്റ് ടൈം വി വിൽ മീറ്റ് ഇൻ ജെറുസലേം എന്ന്. എല്ലാ പ്രാർത്ഥനകളുടെയും എല്ലാ ഭക്ഷണത്തിൻ്റെയും എല്ലാ പ്രാതലിൻ്റെ ആയാലും എല്ലാത്തിൻ്റെ അവസാനം അവർ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഡിന്നറിൻ്റെ അവസാനം പറയുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ചൊരു ഇതാണ്. ക്രിസ്ത്യൻ മിഷണറികൾ അതേ സമയത്ത് തന്നെ ക്രിസ്ത്യൻ മിഷണറികൾ അവിടെ നല്ല റോളും വഹിച്ചിട്ടുണ്ട്. കാരണം ആദ്യത്തെ പ്രതിരോധം മുഴുവൻ പ്രതിരോധ സംഘടനകൾ ഉണ്ടാക്കുന്നതും ക്രിസ്ത്യൻ മിഷണറികളാണ്. പക്ഷേ ഈ മില്ലനറിസ്റ്റുകൾ അയർലൻഡിൽ നിന്നും അമേരിക്കയിൽ നിന്നും വന്നിട്ടുള്ള മില്ലനറിസ്റ്റുകളുടെ വലിയ ആഗ്രഹമായിരുന്നു ജൂതന്മാരെ തിരിച്ചു കൊണ്ടുവരാന്നുള്ളത്. ഇന്നും ആ ആഗ്രഹം നിലനിൽക്കുന്നുണ്ട്. ഇന്നും ഒരു നിയോ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇസ്രായേൽ രാജ്യം സ്ഥാപിതമാകുക എന്നുള്ളതും മിശിഹ തിരിച്ചു വരുന്നുള്ളതും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇതൊരു ഒരു ഒരു ആംഗിളാണ്. തീർച്ചയായിട്ടും ഈ ഒരു മുസ്ലിം വിഷയമല്ല എന്നുള്ളത് ഞാൻ ഹമാസിനെ കുറിച്ചുള്ള ചർച്ചയിനേക്കാളും ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത് ഇതൊരു മുസ്ലിം വിഷയമല്ല ഒരിക്കലും. കാരണം നിങ്ങൾക്ക് അവിടുത്തെ ഡെമോഗ്രഫി നോക്കിയാൽ അറിയാം, വലിയൊരു ശതമാനം ക്രിസ്ത്യാനികളും അതിൽ തന്നെ മാരിനേറ്റുകളുണ്ട്, പിന്നെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഉണ്ട്, അർമേനിയൻ ഓർത്തഡോക്സ്, ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. ഡ്രൂസ് എന്ന് പറയുന്ന മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും ഉൾപ്പെടുത്താൻ പറ്റാത്ത ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുടെ ഒരു സ്ഥലമാണ് അത്. അതൊരിക്കലും മാത്രമല്ല ഈ അറബ് ലോകം, ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അറബ് ലോകം എന്ന് പറയുന്നത് എന്നും ചതിയെ ചെയ്തിട്ടുള്ളൂ പലസ്തീനികളുടെ കാര്യത്തിൽ. എല്ലാ കാലഘട്ടത്തിലും 1950കളിൽ നാസറായിരുന്നു ചതി തീർന്നത്. അദ്ദേഹം എല്ലാ പ്രാവശ്യം ഇത് പൊക്കി പിടിച്ചുകൊണ്ട് ഏതൊരു പുള്ളിയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ലോകത്തിൽ, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു രാഷ്ട്രീയ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ എപ്പോഴും പലസ്തീൻ കൊണ്ടുവയ്ക്കും. അത് തുടർന്നു. സദാം ഹുസൈൻ വരെ ചെയ്തിരുന്നത് പലസ്തീനെ ഈ രാഷ്ട്രീയ ആവശ്യം കൊണ്ട് ഉപയോഗിക്കുകയായിരുന്നു. ചെറിയൊരു കാലഘട്ടത്തിൽ മാത്രമാണ് പലസ്തീൻ എന്ന് പറയുന്ന അവരുടെ സ്വയം പലസ്തീൻ പ്രതിരോധം എന്ന് പറയുന്ന സ്വയം, തീർച്ചയായിട്ടും ഇന്തിഫാദയാണ് അത്. പിന്നെ ഓസ്ലോ അക്കോർഡിന് ശേഷം വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതെപ്പോഴും അറബികൾ ഇപ്പൊ എടുത്തു നോക്കിയോ നിങ്ങൾ, ഓരോ കാലഘട്ടം. ഇപ്പൊ എബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത് വേറെ ചതിയാണ്. ഈ ചതികളുടെ ഒരു ചരിത്രം മാത്രമല്ല, ഇവർക്ക് ആർക്കും പലസ്തീൻ പ്രതിനിധികൾ ഈ പറയുന്ന ഉടമ്പടികൾ ഇല്ല എന്നുള്ളൊരു പ്രശ്നമല്ല. മാത്രമല്ല കുറേ കാര്യങ്ങളായിട്ട് ഇപ്പോൾ സാറ് പറഞ്ഞ വളരെ കൃത്യമാണ്. കാരണം വെസ്റ്റ് ബാങ്കിന്റെ ഭാവി എന്താണ്? വെസ്റ്റ് ബാങ്ക് 2 തരത്തിലുള്ള ഭാവിയുണ്ട്. ഒന്ന് ഈ പറയുന്ന ഇസ്രായേലിന്റെ ഭാഗം, രണ്ടാമത്തെ അതിനേക്കാളും പ്രശ്നമുള്ള 948 മുമ്പ് ഉണ്ടായിരുന്ന 948 ഉടനെയും അതിന് മുമ്പുണ്ടായിരുന്ന ജോർദാൻ, ട്രാൻസ് ജോർദാൻ എന്ന് പറഞ്ഞ ജോർദാന്റെ ആഗ്രഹം എന്താണ്? ഇതിനെ പിടിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഇവരുടെ ഉള്ളിൽ ഒരു സംഗതിയുണ്ട്. ഇസ്ലാമിലെ 3 പ്രധാനപ്പെട്ട പള്ളികളാണ്. ഒന്ന് മക്ക, രണ്ടാമത്തെ മദീന, 3 മസ്ജിദുൽ അക്സ എന്ന് പറയുന്ന പലസ്തീനിലെ മസ്ജിദാണ്. ഈ 3 ടെമ്പിൾ മൗണ്ടിൽ മസ്ജിദാണ്. മസ്ജിദുൽ അക്സ, ഈ ഹാദിമുൽ ഹറമൈൻ എന്ന് പറയും. സൗദി അറേബ്യയുടെ ഒക്കെ കിങ് പറയുന്നത് ഞാൻ 2 പ്രധാനപ്പെട്ട മോസ്കുകളുടെ കസ്റ്റോഡിയാണ്, 3ാമത്തെ എനിക്കില്ല. എൻ്റെ ആഗ്രഹം 3ാമത്തെ പിടിച്ചെടുക്കുക എന്നുള്ളത്. ഓട്ടോമൻസ് ചെയ്ത അതാണ്. ഓട്ടോമൻസ് 3 എണ്ണത്തിൻ്റെയും അധിപരായിരുന്നു കുറച്ചു കാലത്തെങ്കിലും.
ഷരീഫ് ഹുസൈൻ ഓഫ് മെക്ക എന്ന് പറയുന്നത് ജോർദാൻ്റെ ഇന്നത്തെ രാജാവിൻ്റെ പിതാമഹൻ്റെ ആഗ്രഹം ഈ 3 എണ്ണം ഒന്നിച്ചു വെക്കാമെന്നായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു ബ്രിട്ടീഷുകാർ, നിങ്ങൾക്ക് ഞങ്ങൾ ഓട്ടോമൻസിനെ ഓടിക്കാൻ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്നു. ബൈത്തുൽ മുഖദ്ദിസ, മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഇതിൻ്റെയും കൂടെ കസ്റ്റോഡിയൻഷിപ്പ് നിങ്ങൾക്ക് തരാം. മറ്റേ 2 എണ്ണം അവരെ ഏൽപ്പിച്ചിരുന്നു, ഇതിൻ്റെയും കൂടെ തരാമെന്നുള്ള പ്രോമിസ് ഉണ്ടായിരുന്നു. ആ പ്രോമിസുകളുടെ ഒരു വലിയ, ഇവരൊക്കെ ഈ പ്രോമിസുകൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അടുത്ത കാലത്ത് ഞാൻ പറയുന്ന അവസാനത്തെ ഒരു വാചകം, പ്രോമിസ് എന്ന് പറയുമ്പോൾ മതപരമായ പ്രോമിസാണ് ഇതിലെല്ലാം. ഈ പ്രോമിസിൻ്റെ ഒരു തമാശ ഉണ്ട്. സയനിസ്റ്റുകൾ പലരും ദൈവവിശ്വാസികളല്ല. പ്രത്യേകിച്ച് ലേബർ സയനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ യുക്തിവാദികളായ ആളുകളായിരുന്നു, മതവിശ്വാസമില്ലാത്ത ആളുകളായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, സോഷ്യലിസ്റ്റുകളൊക്കെയാണ്. പക്ഷേ ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിലും ഇലാൻ പേപ്പർ പറഞ്ഞ ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട്. ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമി ഞങ്ങൾക്കാണെന്നുള്ള വിശ്വാസമുണ്ട്. ദൈവം ഞങ്ങൾക്ക് വിശ്വാസം, പക്ഷെ ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമി ഞങ്ങളുടെയാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതിലെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നുള്ളത് ഇപ്പോഴും അതന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 2 മിനിറ്റ് ഞാൻ എടുക്കുകയാണ്. അതിൽ സിദി സാറ് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അതിനോട് യോജിക്കാവുന്ന ഒരു രാഷ്ട്രീയമാണ് ഞാനും എൻ്റേതും. കാരണം എന്തെന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങളുടെ നിരന്തരമായ ചതിക്ക് വിധേയപ്പെട്ട ഒരു ജനത, അവർക്ക് അവരുടെ മുമ്പിൽ ഒരു കച്ചിത്തുരുമ്പായിട്ട് ഉയർന്നു വന്ന ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റിനെ അവരത് ഏറ്റെടുത്തെങ്കിൽ ആ ജനത അതിൻ്റെ കുറ്റക്കാരല്ല. മറിച്ച് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് അത് നമ്മൾ വേറെ തന്നെ വിശകലനം ചെയ്യേണ്ടതാണ്. ചരിത്രത്തിലും വർത്തമാനത്തിലും അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന റോള്, അതിനെ നിരുപാധികം പിന്തുണയ്ക്കുക എന്നുള്ള പരിപാടിയൊന്നും അത് ചെയ്യുന്നത് തന്നെ മഹാ അബദ്ധമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സാമ്രാജ്യത്വം അതിൻ്റെ തന്ത്രങ്ങൾ ഒരു ഏകമുഖമായിട്ടല്ല അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുക. ഇപ്പം നമുക്കറിയാം, എപ്സ്റ്റീൻ ഫയൽ പുറത്തു വന്നു. അതിനകത്ത് എല്ലാവരും ലോകമൊന്നടങ്കം ഒരുപക്ഷെ ഞെട്ടിയിട്ടുണ്ടാവുക നോം ചോംസ്കിയുടെ പേര് പരാമർശിക്കപ്പെട്ടപ്പോഴാണ്. അപ്പോൾ എന്താണ് നോം ചോംസ്കി? വെസ്റ്റേൺ കൊളോണിയലിസത്തിനെതിരെ എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരു വലിയ ചിന്തകനാണ്. അങ്ങനെയുള്ള ഒരാളുടെ പേര് എപ്സ്റ്റീൻ ഫയലിൽ പരാമർശിക്കപ്പെട്ടപ്പോൾ ലോകം ഞെട്ടിയെങ്കിൽ അതെങ്ങനെ വന്നു? അദ്ദേഹത്തിൻ്റെ പത്നി അത് നിരാകരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അബദ്ധവശാലൊക്കെ ചില ആളുകളുടെ പേരുകൾ അതിനകത്ത് അവരറിയാതെ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല പരാമർശങ്ങളുണ്ട്. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് സാമ്രാജ്യത്വം ഇവരുടെ പ്രചാരവേലകൾ അല്ലെങ്കിൽ അജണ്ടകൾ നടപ്പിലാക്കുന്നതെന്ന്. ഒരുപക്ഷെ അവരുടെ തന്നെ വ്യാജ പ്രതിപക്ഷങ്ങളെ സൃഷ്ടിക്കും. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ നോക്കിയാൽ പല മോദി സർക്കാരിനെതിരായിട്ടുള്ള പല പാർട്ടികളെയും നമുക്ക് ശക്തിയുക്തം അതിനെ എതിർക്കുന്ന പല പാർട്ടികളും ചില ഘട്ടത്തിലെങ്കിലും അതിനോട് രാജിയാവുന്ന തരത്തിലുള്ള ചില നിലപാടുകൾ എടുക്കുന്നത് കാണാം. അപ്പോൾ ഇവർ യഥാർത്ഥ പ്രതിപക്ഷമാണോ വ്യാജ പ്രതിപക്ഷമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു പൊളിറ്റിക്കൽ സെനാറിയോ അത് ഇന്ത്യയിൽ നിന്നുള്ള ലോകത്തുടനീളം ഉണ്ട്. അപ്പം നമുക്ക് ഈ പ്രതിപക്ഷങ്ങളെ അല്ലെങ്കിൽ വിരുദ്ധ പക്ഷത്തെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുക? അവരെ 100% പിന്തുണയ്ക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആശങ്കകളും സംശയങ്ങളൊക്കെ അതിനകത്ത് കയറി വരും. അപ്പം ഞാൻ ഒരിക്കലും ഹമാസിനെ ന്യായീകരിച്ചല്ല, പക്ഷേ അരുന്ധതി റോയ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു രാജ്യത്ത് ഒരു ദേശത്തിൻ്റെ ജനതയ്ക്ക് അവരുടെ ശത്രുക്കളോട് എങ്ങനെ പൊരുതണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളൊരു പ്രയോഗം അവർ നടത്തിയിട്ടുണ്ട്. അവരെ മുമ്പിൽ അവസാനത്തെ കച്ചിത്തുരുമ്പ് ഹമാസ് ആണെങ്കിൽ അതിനൊപ്പം നിൽക്കുന്നവരൊക്കെ തീവ്രവാദികളെന്നോ ഭീകരവാദികളെന്നോ മുദ്ര കുത്തുന്നതിൽ നമുക്ക് അതിൽ അർത്ഥമില്ല. പക്ഷേ അവരുടെ ചെയ്തികൾ, അതായത് ഹമാസും ഫത്തഹൊക്കെ കുറേ കാലം അടിച്ചു പിരിഞ്ഞ് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇസ്രായേൽ സയനിസം അവരുടെ പദ്ധതികൾ വളരെ വേഗത്തിൽ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ആ 10 വർഷം മുമ്പോ മറ്റാണ് അവർ ഇരുകൂട്ടരും ഒന്നിച്ച് നീങ്ങാനൊക്കെ തീരുമാനം എടുത്തിരുന്നു. പക്ഷെ അപ്പോഴേക്കും ആ പ്രദേശം ദുർബലമായി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ പറയുന്ന പ്രത്യയശാസ്ത്രങ്ങളും ഐഡിയോളജികളും അതിനെ സമ്പൂർണ്ണ അർത്ഥത്തിൽ പിന്തുണയ്ക്കാൻ കഴിയുക എന്നുള്ളത് സാധ്യമായ ഒരു കാലഘട്ടത്തിലല്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഇവിടെയുള്ള നിസ്സഹായരായിട്ടുള്ള മുസ്ലിങ്ങൾ ഏതെങ്കിലും അവരെ ചതിക്കുന്ന മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളെ കൈവിട്ട് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒപ്പം നിന്നാൽ ആ ജനത മുഴുവനും അല്ലെങ്കിൽ ക്രിമിനലുകളാണെന്നോ ദേശദ്രോഹികളാണെന്നോ മുദ്ര കുത്താൻ കഴിയാത്തതുപോലെ തന്നെ ഇതിനകത്തും ഒരു ഗ്രേ ഏരിയ കിടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് ഈ സെഷൻ അവസാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിദി സാറ്, അദ്ദേഹം ഈ കണ്ടംപററി രാഷ്ട്രീയവും സമകാലീന ലോകത്തിൽ എന്താണ് പരിഹാരം എന്നത് വളരെ സുവ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും മതാതീതവും ജാത്യാതീതവുമായ ഒരു ജനകീയതയെ ആധാരമാക്കിയുള്ള ജനകീയ കൂട്ടായ്മ തന്നെയാണ് എപ്പോഴും വിമോചനത്തിലുള്ള രാജപാത. മറ്റു പാതകളെല്ലാം തന്നെ മനുഷ്യരെ തമ്മിൽ വിഭജിക്കുന്നതായിരിക്കും. അത് ഡിവിസീവ് പൊളിറ്റിക്സ് ആണ് എന്നുള്ള കൃത്യമായ ഒരു ഫലസ്തീൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു വിശകലനം അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി.
ക്രിസ്ത്യൻ സയനിസം പോലെയുള്ള ആശയങ്ങൾ നമ്മളധികം ചർച്ച ചെയ്യാത്ത ഒന്നാണ് കേരളത്തിൻ്റെ കോണ്ടസ്റ്റിൽ. അതിലേക്ക് വെളിച്ചം വീശുന്ന ചിന്തകൾ ഇല്യാസ് സാർ അവതരിപ്പിക്കുകയുണ്ടായി. വളരെ നല്ല രൂപത്തിൽ ഈ ചർച്ച മുന്നോട്ട് പോയി. അതുപോലെ ട്രംപിസത്തിൻ്റെ അപഹാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കണ്ടംപററി ഗ്ലോബൽ പൊളിറ്റിക്സിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ VP രജനിയും സൂചിപ്പിച്ചു. വളരെ നല്ല ഒരു സെഷനായിരുന്നു. നമ്മുടെ സമയത്തിൻ്റെ കുറവുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളൊരു സംവാദവും കൂടി ആവേണ്ടതായിരുന്നു. സമയം കഴിഞ്ഞുവെന്ന് നമ്മുടെ സംഘാടകർ ഇങ്ങനെ നിരന്തരം ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഈ സെഷനിൽ പങ്കെടുത്ത സീതി സാറിനും ഇല്യാസ് മാഷിനും VP രജീനയ്ക്കും ACLFൻ്റെ പേരിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഈ സെഷനിൽ പങ്കെടുത്ത മറ്റ് സജീവമായി പങ്കെടുത്തുകൊണ്ട് ശ്രദ്ധാപൂർവം ഈ സംഭവങ്ങൾ ഈ പാനൽ ഡിസ്കഷൻ്റെ ഭാഗമായി എക്സ്പേർട്സ് അവതരിപ്പിച്ച അഭിപ്രായങ്ങൾ കേൾക്കുവാനും സജീവമായി ഈ സെഷനെ സജീവമായി നിർത്തിയ മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത സെഷന് വേണ്ടിയിട്ട് ഈ വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.